അവനെ ശ്രുതിച്ചാട്ട് ദൈവത്തിൻ്റെ ദിവസം നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസം ലായിരിപ്പാനി നല്ല രാത്രികാലവും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിനെ ശ്രുതിക്കുന്ന വാഴ്ത്തുന്ന കർത്തൃപാർവിടത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദേവദാസമാ ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 6ാമത് വൈകിയാറായ സമയം ദിവസത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ 5 പകല് 5 രാത്രി സഭയായ ദൈവത്തെ ആരാധിപ്പാൻ മാറ്റമില്ലാത്ത ദൈവശബ്ദമൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. വിശേഷാൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനെ കർത്താവിനോട് മതിയയച്ച് ശക്തമേറിയ ഈടുറ്റ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ച ദൈവകൃപയോർത്താൻ കർത്താവിനെ ശ്രുതിക്കുന്നു. രാവിലെ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷിക്കാൻ സമയം പരിമിതമായിരുന്നു. സോ അതുകൊണ്ട് മൂരോടൊന്നും പറയുന്നില്ല. കർത്തൃദാസനെ ശുശ്രൂഷിക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നല്ല മീറ്റിങ്ങുകളുടെ രാത്രി സെക്ഷനിലും ദൈവസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കാനുമായി കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃദാസൻ, പ്രായമുള്ള ബഹുമാനരായ ദൈവദാസന്മാരും എൽഡേഴ്സും സഹോദരി സഹോദരന്മാരും അടങ്ങുന്ന ഈ ആത്മീക സഭയ്ക്ക് എൻ്റെ വിനീതമായ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. പകലിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായി പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ദൈവവചന ശുശ്രൂഷ ആത്മീകമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ള കാര്യം വചനം കൈകാര്യം ചെയ്യുന്നവർക്കും വചനം കേൾക്കുന്നവർക്കും നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. വാക്കുകൾ നമ്മൾ ഓടിച്ച് വായിച്ചു വിടുമ്പോൾ സ്വാഭാവികമായി പറയുന്നതാണെങ്കിലും ഭയങ്കര പവർഫുള്ളാണ് ആ വാക്ക്. തിരുവെഴുത്തുകൾ തെളിയുക എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, എഴുതി തന്നിരിക്കുന്ന തിരുവെഴുത്തിനകത്ത് തെളിയാൻ എന്തൊക്കെയോ ഉണ്ടല്ലേ, തെളിയിക്കുക എന്ന് പറഞ്ഞു. സാധാരണ വായിക്കുമ്പോൾ, സാധാരണ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പുറത്തു വരാത്ത ചിലതൊക്കെ വചനത്തിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, തെളിഞ്ഞു വരാനുള്ളത്. സഭയുടെ ശക്തമായ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ മഹാനിയോഗവും കർത്താവിൻ്റെ സാന്നിധ്യവും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 1-1.5 മണിക്കൂറിനകത്ത് പ്രസംഗം നടക്കുകയല്ല, തിരുവചനം തെളിഞ്ഞാൽ എൻ്റെ ഹൃദയം പറയുന്നു ഭയങ്കര കത്തൽ ആരംഭിക്കും. വചനം തെളിഞ്ഞിടത്തെല്ലാം കത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. കത്തിയാൽ പല കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. കത്തലുണ്ടായാൽ പത്രോസ് പറയുന്നുണ്ട്, ഈ ഭൂമി കത്തി മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്ന്. സ്തോത്രം. അപ്പം അതിനെ സംബന്ധിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടായേക്കാം. ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ ഹൃദയംഗമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, തിരുവെഴുത്തുകൾ തെളിയാനിടയാകണം. നമ്മളീ പലർക്കും, അതിപ്പോൾ നമ്മളാരെങ്കിലും വലിയവനായിട്ടോ മറ്റുള്ളവർ ചെറിയവനായിട്ടൊന്നും അല്ല, പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിൽക്കുന്നവൻ്റെ മിടുക്കല്ല, പ്രാർത്ഥിക്കുന്ന സഭയുടെ ഗുണമാണ് വചനം തെളിയിക്കുക എന്നുള്ളത്. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം ഇന്നു മുതൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും, അല്ല നമ്മുടെ സഭായോഗത്തിലോ കോട്ടേജ് മീറ്റിങ്ങിലോ നമ്മുടെ ലോക്കൽ ഫാസ്റ്റിംഗ് പ്രയറുകളിലോ ഏത് മീറ്റിങ്ങിലാണെങ്കിലും ദൈവദാസന്മാർ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ തിരുവചനം ഇതുവരെ തെളിഞ്ഞിട്ടില്ലാതെ വണ്ണം ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് തെളിയാൻ തുടങ്ങിയാൽ അണയ്ക്കാൻ വയ്യാത്ത തീ വ്യാപരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീയുടെ ശക്തി വ്യാപരിക്കും. ആ കത്തലുകൾ വെളിപ്പെടുമ്പോൾ ചില വിഷയങ്ങൾ അഴിയാൻ തുടങ്ങും. കത്തുമ്പോൾ ഇന്ന് രാത്രി ശക്തമായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഇവിടെ ഒരു വചനത്താലുള്ള കത്തലുണ്ടാകണം. ആ കത്തൽ നടക്കുമ്പോൾ നീണ്ട വർഷങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ആ കത്തലിൽ അഴിയാനിടയാകണം. അത് സംഭവിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി ഓർപ്പിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം വായിച്ച് ഈ രാത്രിയിലെ സമയം വേഗത്തിൽ നിങ്ങളോടുള്ള ദൈവിക ആലോചന രാത്രി സെക്ഷനിൽ പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ദയവായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വായിക്കുക. വെളിപ്പാട് പുസ്തകം അടുത്ത വാക്ക്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. മതി. സ്തോത്രം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. വെളിപ്പാട് പുസ്തകത്തിലെ ആരംഭ 2-3 അധ്യായങ്ങളിൽ നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ
സഭയോട് 7 സഭകളോടുള്ള കർത്താവിൻ്റെ അരുളപ്പാടുകളാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഏഷ്യ മൈനറിലെ അന്നുണ്ടായിരുന്ന 7 സഭകൾ, ആ സഭകൾക്കുള്ള ആലോചന യോഹന്നാനെ ഭരമേൽപ്പിക്കുക. ആ സഭകൾക്കകത്തെല്ലാം കർത്താവ് വെളിപ്പെട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് അവരെ പരിചയപ്പെടുത്തുമ്പോൾ, തന്നെത്താൻ യേശു ഓരോ സഭകളോടും പറയാൻ വേണ്ടി പറയുമ്പോൾ എല്ലാ സഭകളോടും ഒരുപോലല്ല പറയുന്നത്. ആ ഭാഗം വായിച്ചാൽ അറിയാം. ഒരു സഭയോട് യേശു പറയും, സ്തോത്രം, ഞാൻ ഇരുവായുത്തലയുള്ള വാളുള്ളവനാണ് എന്ന് പറഞ്ഞ് പെർഗമോസിലെ സഭയ്ക്കകത്ത് വെളിപ്പെട്ട യേശു അടുത്ത സഭയോട് പറയുന്നത്, ഞാൻ താക്കോലുമായി വന്നിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഓരോ സഭയോടും യേശു ഓരോ വ്യത്യസ്ത തലത്തിലാണ് പറയുന്നത്. എല്ലാ സഭയോടും ഞാൻ വാളും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്നല്ല പറയുന്നത്. ചിലരോട് യേശു പറഞ്ഞു, ഞാൻ വാളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ചിലരോട് യേശു പറഞ്ഞു, ഞാൻ താക്കോലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ചിലരോട് യേശു പറഞ്ഞു, ഞാൻ നക്ഷത്രമാണ്. സ്തോത്രം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഓരോ സഭയുടെ ആത്മീക നിലവാരമനുസരിച്ചാണ് യേശു വെളിപ്പെടുന്നത്. നമ്മളെങ്ങനെയാണോ അങ്ങനെയാണ് യേശു. വാളും കൊണ്ട് വരണോ താക്കോലും കൊണ്ട് വരണോ തീരുമാനിക്കുന്നത് നമ്മളാണ്. സ്തോത്രം. മനസ്സിലായോ? എങ്ങനെയാണോ നമ്മുടെ ആത്മീക നിലവാരം, എങ്ങനെയാണോ നമ്മുടെ ആത്മീക ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഭക്തി എങ്ങനെയാണോ അങ്ങനെയാണ് യേശു വെളിപ്പെടുന്നത്. ഈ സഭയോട്, നമ്മൾ വായിച്ച ഫിലദൽഫിയ സഭയോട് പറയുന്നത് 7-ാം വാക്യം 2 സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്നവൻ. യേശുവിനെ പരിചയപ്പെടുത്തുക. ഞാൻ ആരാന്നറിയാമോ? സ്തോത്രം എന്ന് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ആ വാക്ക് ദൂതിലേക്ക് അടക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ദാവീദിൻ്റെ താക്കോലുള്ളവനാണ്. ഞാൻ അടച്ചാൽ ആർക്കും പിന്നെ തുറക്കാൻ പറ്റില്ല, ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുവനാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ടാണ് ആ സഭയോട് വെളിപ്പെട്ട് പറയുന്നത്. ഞാൻ ആദ്യം വായിച്ച വാക്യത്തെ തെളിയിക്കാൻ വേണ്ടി 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നോക്കിയിട്ട്, പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായത്തലയുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നു. ഇവിടെ പറയുന്നു, നീ എഴുതുക, ഇവിടെ താക്കോലുള്ളവനെന്നല്ല എന്നെ പരിചയപ്പെടുത്തേണ്ടതിന്, ഇവിടെ പറയണം ഞാൻ വാളുള്ളവനാണെന്ന്. ഒരു സഭയോട് യേശു പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ താക്കോലുള്ളവനാണ്. മറ്റേ സഭയോട് യേശു പറഞ്ഞു, ഞാൻ ഇരുവായത്തലയുള്ള വാളുള്ളവനാണ്. അങ്ങനെ ഓരോ സഭയോടും യേശുവിനെ തന്നെ യോഹന്നാനിലൂടെ പറയുമ്പോൾ എല്ലാവരോടും ഒരുപോലെയല്ല, വ്യത്യസ്തമായിട്ടാണ് കർത്താവ് ഓരോ സഭയോടും ഇടപെടുന്നത്. ഈ പകൽക്കാലം നമ്മൾ, ഈ രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഹൃദയംഗമായി നമ്മൾ തന്നെ തീരുമാനിക്കണം, നമ്മുടെ വീട്ടിൽ യേശു എങ്ങനെ ഇറങ്ങി വരണം, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ യേശു എങ്ങനെ വെളിപ്പെടണം, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളിൽ കർത്താവ് എങ്ങനെ ഇറങ്ങി വരണം. ഒരുപക്ഷെ ഈ ആരംഭ ദിവസങ്ങളിലൊക്കെ നമ്മളോടുള്ള ദൈവസ്നേഹം നിമിത്തം നമ്മളെ ഒന്നോടെ ചെത്തി വെടിപ്പാക്കാൻ വേണ്ടി വാളുമായിട്ട് ഇറങ്ങി വരുന്ന കർത്താവ് 21-ാം ദിവസം വാളും കൊണ്ട് വരരുത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ ചെത്താനും വെടിപ്പാക്കാനും ശുദ്ധീകരിക്കാനും വേണ്ടി അവൻ വാളുമായിട്ട് ഇറങ്ങി വന്നാൽ, കുറേ കഴിയുമ്പോൾ നമ്മൾ ഒരുങ്ങിയെന്ന് കാണുമ്പോൾ നമ്മളെ ചില കാര്യങ്ങൾ പരമേൽപ്പിക്കാനുള്ള താക്കോലുമായിട്ട് അവൻ വരണം. ഇന്ന് വാളും, എന്നും സഭയിൽ വാളും കൊണ്ട് യേശു വരുന്നെങ്കിലോ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? എല്ലാ ദിവസവും ദൈവദാസന്മാർ നിൽക്കുമ്പോൾ നമ്മൾ പറയില്ലേ, അങ്ങ് വെട്ടാണ്. ശരിക്കും ദൈവം അങ്ങനെയാണ് ഇടപെടുന്നതെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുകയില്ല. എന്നാൽ ചില ദിവസങ്ങളിലൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടി കർത്താവ് ശരിക്കും വെട്ടി ഒതുക്കാൻ ശ്രമിച്ചേക്കാം. എല്ലാ ദിവസവും വെട്ടായിരിക്കുകയല്ല. ചില ദിവസം ദൈവം തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്താൻ വേണ്ടി കൃപയോടുകൂടി ഇറങ്ങി വന്ന് ദൈവം ചിലത് പരമേൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ നടുവിൽ ഇറങ്ങി വരാൻ വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങളുടെ ചിന്തയെ കിടക്കാൻ വേണ്ടി മാത്രം ഭാഗം പറഞ്ഞെന്നുള്ളൂ. ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അടുത്തത്, ഈ 7 സഭയോടും ദൈവമായ കർത്താവ് ദൂത് പറയുമ്പോൾ 5 സഭയോട് പറയുന്നത്, സ്തോത്രം, 4 സഭയോട് പ്രധാനമായും പറയുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ്, പക്ഷെ നിനക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ട്, എങ്കിലും നിനക്ക് ഇന്ന കുറവോടെ ഉണ്ട്. ഓരോ സഭയോടും പറയും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, 3-ഉം 4-ഉം ഒക്കെ പറയുന്നത്, നിങ്ങൾക്ക് സഹിഷ്ണുതയുണ്ട്, എൻ്റെ നാമനിമിത്തം സഹിച്ചു, തളർന്നു പോയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം. ഇപ്പോൾ ആ സഭയോട് പറയുന്നുണ്ട്, നിനക്ക് ഒത്തിരി ക്വാളിറ്റി ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ സഹിക്കാനുള്ള കഴിവ്, ഒത്തിരി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, പലരെ സ്തോത്രം വിവേചിക്കാനുള്ള കഴിവ്, പിന്നെ തളർന്നു പോകാത്തത്, ഇതൊക്കെ പ്ലസ് പോയിൻ്റുകളാണ്.
ഇത്രയും പ്ലസ് പോയിൻ്റ് ഉണ്ടായിട്ടും കർത്താവരോട് പറഞ്ഞു, എങ്കിലും ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറവ് നിനക്കുണ്ട്. അടുത്ത സഭയോട് പറയാണ്, സ്മുർണയുടെ സഭയോട്. ആ സഭയോട് പ്രത്യേകിച്ച് കുറവൊന്നും പറയുന്നില്ല. 2-3 വാക്യത്തിനകത്ത് മാത്രമാണ് അവരോടുള്ള ദൂത് ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് നിനക്ക് ഇന്ന പ്രശ്നമുണ്ട്, നിനക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ട്, എങ്കിലും ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയുന്നില്ല. പെർഗമോസിലെ സഭയോട് പറയുന്നുണ്ട്, ഏകദേശം 13-14 വാക്യങ്ങൾക്കകത്ത്, പല കാര്യങ്ങളിൽ നീ വിശ്വാസം നിഷേധിച്ചില്ല, എങ്കിലും നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, സ്തോത്രം, ദുർനടപ്പാചരിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇടർച്ച വരുത്താൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത് ബിലയാമൻ്റെ ഉപദേശം പിടിച്ചുകൊള്ളുന്നത് നിനക്കുണ്ട്. അപ്പോൾ ആ സഭയെക്കുറിച്ച് പറയുന്ന ന്യൂനത ഇതാണ്. കൊള്ളാം, പല കാര്യത്തിലും വിശ്വാസം തീഷ്ണതയുള്ളതാണ്, പക്ഷേ നിന്നെ ആഴമായി നോക്കിയപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലരെയൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത ചിലരെ നീ അങ്ങ് അംഗീകരിക്കുന്നുണ്ട്. അത് ഒരു കുറവായിട്ട് തന്നെ പറയുന്നു. അടുത്ത സഭയോട്, തൊയ്യത്തൈര സഭയോട് പറയുന്നു, അതിൻ്റെ 19-20 വാക്യങ്ങൾക്കകത്താണ്. നിനക്ക് ശുശ്രൂഷയുണ്ട്, സഹിഷ്ണുതയുണ്ട്, പിന്നെ നിൻ്റെ പ്രവൃത്തി നല്ലതാണ്, സ്നേഹമുണ്ട്, ആദ്യത്തേതിലും ഏറുതാണ് നിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി. ഇതൊക്കെ നല്ലതാണെങ്കിലും 20-ാം വാക്യം പറയുന്നു, എങ്കിലും പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും നിൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തിരിച്ചുകളയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ, പക്ഷേ ഒരു കൊച്ചു കാര്യത്തിൽ ദൈവം തമ്പുരാൻ അത്രയും താല്പര്യം വന്നിട്ടില്ല. അങ്ങനെ ഓരോ സഭയോട് 5-6 നല്ല കാര്യങ്ങളുള്ളപ്പോൾ തന്നെ ഒരു കൊച്ചു കാര്യം ഉണ്ടെങ്കിൽ, ഒരു ന്യൂനതയുണ്ടെങ്കിൽ ആ കാര്യവും മറച്ചു വെക്കാതെ പറയുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്തേക്കുക. നമുക്കവിടെ പറയാൻ, കർത്താവ് എന്തെല്ലാം 20 കൊല്ലങ്ങൾക്കിടയിൽ ഞാൻ എന്തെല്ലാം ചെയ്തു, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തു. എണ്ണി നോക്കിയാൽ കണക്കിലൊരു പുസ്തകം എഴുതത്തക്ക രീതിയിൽ എൻ്റെ നന്മയുടെ ഓഹരി, എൻ്റെ ആരോഗ്യത്തിൻ്റെ ഓഹരി, ഇതെല്ലാം ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഈ പ്രായമായ സമയത്ത് ഒരു കൊച്ചു കാര്യം അതെടുത്ത് കാണിക്കുകയാണോ എന്നൊരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആർക്കാ കുറവില്ലാത്തത്? എല്ലാവരുടെയും ഭാഗത്തുണ്ടായിരിക്കില്ല. തികഞ്ഞവൻ ആരാ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ഭാഗത്തൊരു കൊച്ചു പോരായ്മയുണ്ടെങ്കിൽ കർത്താവ് അതിൽ കയറി പിടിക്കും. കൊച്ചു കുറവെങ്കിലും ഉണ്ടെങ്കിലും അത് പറയുന്ന ദൈവമാണ് നല്ല ദൈവമെന്ന് വിശ്വസിക്കുന്നവരാ ദൈവത്തിൻ്റെ മക്കൾ, യഥാർത്ഥത്തിൽ ദൈവമക്കൾ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ യോഗം ഒരു 8:30 കഴിയുമ്പോൾ തീരുമ്പോഴേക്കും എൻ്റെ ഭാഗത്തൊരു ചെറിയ വിടവുണ്ടെങ്കിൽ, ഒരു ചെറിയ പോരായ്മയുണ്ടെങ്കിൽ, ചിലപ്പോൾ അതായിരിക്കാം 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ഫലിക്കാതെ വണ്ണം പല വിഷയങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഞങ്ങളിത് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭാഗത്തൊരു ചെറിയ വീഴ്ചയുണ്ടെങ്കിൽ അതൊന്നും പറയാതെ പോകുന്നവനല്ല ദൈവമെന്ന് ഈ ഭാഗത്തിൻ്റെ ആമുഖത്തിൽ നിന്ന് അറിയുന്നു. സ്വർഗം ആ കുറവ് കൂടെ പറഞ്ഞിട്ടേ പോകാവൂ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയിൽ ചില പഴുതുകൾ ദൈവമായ കർത്താവ് അടയ്ക്കും. സ്തോത്രം. ലവോദിക്ക സഭയോട് നന്മയൊന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടാണ് പറയുന്നത്, ടോട്ടലി. സ്തോത്രം. അപ്പോൾ ഒരു സഭയോട് തിന്മയൊന്നും പറയാനില്ല, അത് സ്മുർണയിലെ സഭയോട്. ഒരു സഭയോട് നന്മയൊന്നും പറയാനില്ല, അത് ലവോദിക്ക സഭയോട്. ബാക്കി 5 സഭയോടും കർത്താവ് കുറേ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും എന്ന് പറഞ്ഞ് ഓരോ ന്യൂനതകൾ പറയുന്നുണ്ട്. നമ്മൾ വായിച്ച ഫിലാദൽഫിയ ചർച്ചിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, വളരെ സ്പഷ്ടമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ ആ വാതിലിലൂടെ നമുക്ക് ദൂതനകത്തേക്ക് കിടന്നെങ്കിലേ ഇന്നത്തെ കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. വളരെ സ്പഷ്ടമായി വായിക്കുമ്പോൾ തോന്നിയേക്കാം അതൊരു ന്യൂനതയല്ലെന്ന്. എന്താ എഴുതിയിരിക്കുന്നത്? നീ നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അപ്പോൾ അത് കർത്താവ് കുഴപ്പമില്ല, മനസ്സിലായോ? കുഴപ്പമില്ല, ഇങ്ങനെ വചനം കാക്കുന്നുണ്ടല്ലോ, അതിൽ കർത്താവ് അങ്ങ് തൃപ്ത. സ്തോത്രം. ഒന്നുകൂടെ പറയാം, കർത്താവ് പറഞ്ഞു, ഓക്കെ, വചനം കാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ശക്തിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നല്ല ആ വാക്യത്തിൻ്റെ ട്യൂൺ. നമുക്ക് തോന്നിയേക്കാം ഈ സഭയോട് കുഴപ്പമൊന്നും പറഞ്ഞില്ല, സ്തോത്രം, വചനം കാക്കുന്നുണ്ടല്ലോ, അതിന് പിന്നെ ശക്തി ഇത്ര കുറവാണെങ്കിലും കുഴപ്പമില്ല, ഇത്രയും മതി, എങ്കിലും വചനം അങ്ങ് പിടിച്ചാൽ മതി എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്നൊരു ധ്വനി നമുക്ക് തോന്നിയേക്കാം. ആ വാക്യത്തിൻ്റെ യഥാർത്ഥത്തിലെ അർത്ഥം അങ്ങനെയുള്ള വീക്ഷണത്തിലല്ല. വാക്യത്തിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീ വചനം കാക്കുന്നുണ്ട്, എങ്കിലും നിനക്ക് അല്പമേ ശക്തിയുള്ളൂ.
സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആത്മീക ജീവിതത്തെ അല്ലെങ്കിൽ ആത്മീകരെ, സഭകളെ നമുക്ക് 3-4 വകുപ്പുകളിൽ തിരിക്കാം. ആ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില സഭകളെ നോക്കിയാൽ, സ്തോത്രം, നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കുക, ഒരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കുകയല്ല, ഈ സബ്ജക്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ചില സഭകൾ, ചില കൂട്ടായ്മകൾ, ചില വ്യക്തികൾ, ചില ലീഡേഴ്സ്, ചില ആളുകൾ ഭയങ്കരമായ വചനം ആഴമായിട്ടുള്ളതാണ്. വചനത്തിൻ്റെ തലമുടി നാര് പോലും കീറി അതിനകത്തെ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ, പൊരുളിതിരിക്കാൻ, വചനത്തിൻ്റെ ഏത് സംശയങ്ങൾക്കും നിവാരണം വരുത്താൻ എല്ലാം കഴിവുള്ള ആളുകളായിരിക്കാം. പക്ഷേ അവരെ ശ്രദ്ധിച്ചാൽ വചനമുണ്ടെങ്കിലും ശക്തി കാണാൻ സാധ്യത കുറവാണ് ചിലർക്ക്. അപ്പോൾ അതിനൊന്നാമത് പറയാം, ചില സഭ, ചില വ്യക്തി, ചില ആളുകൾ, ആരുമാകട്ടെ, സ്തോത്രം, വചനമുണ്ട് പക്ഷേ ശക്തിയില്ല. തിരിച്ച് ചില കൂട്ടായ്മകൾക്കകത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ശക്തിയാണ്, നിൽക്കാൻ പോലും പറ്റിയില്ല, എല്ലാം പടപടാൻ താഴെ വീഴുന്നു, ഒന്നിൻ്റെ പുറത്തേക്ക് ഒന്ന് വീഴുന്നു, തൊടാൻ പറ്റിയല്ല, പറഞ്ഞു തുടങ്ങാൻ പറ്റിയില്ല, ഒരു വാക്ക് പറയുമ്പോഴേക്കും അങ്ങോട്ട് ഒച്ച, ബഹളം, ആരാധന, ആട്ടം, പാട്ട് എന്ന് വേണ്ട ശക്തിയാന്ന് പറയുന്നു, ഭയങ്കര ശക്തി. പക്ഷേ വചനമെന്ന് പറയുന്നത് ഒരു പക്ഷേ അതിനകത്ത് കാണാൻ സാധ്യത കുറവാണ്. അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ചുമ്മാ നിന്ന് കൊടുത്താൽ മതി, ബാക്കി നടന്നോളും എന്ന് വിശ്വസിക്കുകയും പറയും ചെയ്യുന്നൊരു ഗ്രൂപ്പ്. ശക്തി ഉണ്ടായിരിക്കാം പക്ഷേ വചനമില്ല. ചില ഗ്രൂപ്പുണ്ട്, വചനമില്ല, ശക്തിയുമില്ല, ഏതാണ്ട് ഒക്കെ കാട്ടിക്കൂട്ടി അങ്ങ് പോകുന്നു, സ്തോത്രം, അങ്ങനെയുള്ള ഗ്രൂപ്പുമുണ്ട്. നാലാമത്തത്, വചനവും ശക്തിയും ഒരുപോലെ ഒരു ത്രാസിൻ്റെ തട്ടുപോലെ വളരെ ശക്തമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ചർച്ചസ് ഉണ്ട്. അവർക്ക് ദൈവവചനത്തിൻ്റെ തിറവുണ്ട്, ഒപ്പം ആത്മശക്തിയുടെ വ്യാപാരമുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കിട്ടിയൊരു കർത്തൃദാസനുണ്ടെങ്കിൽ അവനൊരു വിപ്ലവമായി മാറും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയൊരു സഭയുണ്ടെങ്കിൽ ആ സഭയ്ക്കൊരു പട്ടണത്തെ സ്വാധീനിക്കാൻ പറ്റും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയൊരു പ്രാർത്ഥനക്കാരനോ പ്രാർത്ഥനക്കാരിയോ ഉണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾക്കകത്ത് ദൈവിക ജീവൻ വ്യാപരിക്കും. ഇന്ന് രാത്രിയിലെ അല്പസമയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കയറി വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ആ വചനം മാത്രമല്ല, കേൾക്കാൻ താല്പര്യമുള്ള, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, അത് മാത്രമല്ല, ഇത് രണ്ടും കൂടി ഒരുമിച്ച് എൻ്റെ അകത്തൂടെ വ്യാപരിക്കുന്ന ഒരു നിലവാരം ഇന്ന് രാത്രി, 5-ാമത്തെ രാത്രി എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് ആത്മാവിൽ ഇതിനെ ആമുഖം പറഞ്ഞു നിൽക്കുമ്പോൾ ചോദിച്ചു തുടങ്ങുന്ന ആളുകൾ, സ്തോത്രം, ഹല്ലേലൂയ, വചനം വായിക്കാൻ നേരമില്ല, വചനം കേൾക്കാൻ നേരമില്ല, വചനത്തെക്കുറിച്ച് വലിയ പ്രതിബദ്ധതയില്ല, അതെൻ്റെ ഭാഗമല്ല, ശക്തി എൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ഒഴിവാക്കുമെന്ന് വിചാരിക്കരുത്. യേശുവിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാനെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. ദൈവശക്തിയും ദൈവവചനവും, ഇതിന് രണ്ടിനും അസാമാന്യമായിരിക്കുന്ന പവറാണ്, അസാമാന്യമായിരിക്കുന്ന ശക്തിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് രണ്ടും കൂടി കൈകാര്യം ചെയ്യാനുള്ളൊരു കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് ചിലർക്ക് കിട്ടിയാൽ ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് വിജയമാക്കി മാറ്റാം. ഹല്ലേലൂയ. ഞാൻ കുറച്ചുകൂടെ തെളിച്ച് എൻ്റെ സഹോദരങ്ങളെ പോലെ, സഹോദരിമാരെ പോലെ പറയാം. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ 42 പ്രസംഗം കിട്ടും. ഇത് മുഴുവൻ നമ്മുടെ ഡയറി കുറിച്ച് വെച്ചു. നമ്മൾ കൈകാര്യം ചെയ്യുന്നവരാ. നമുക്കൊരു പ്രസംഗത്തിൽ നിന്ന് 5 പ്രസംഗം ഉണ്ടാക്കാൻ വേണമെങ്കിൽ, അങ്ങനെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ അകത്ത് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയിലും വലിയത്തേ ഉള്ളൂ. സ്തോത്രം, കേൾക്കുന്ന ഞാൻ പറയുന്നത് തിരിച്ച് ഞാൻ ചിലരോട് ദൈവാത്മാവിൽ പറയാം, ഈ കൂടെ കേൾക്കുന്നതിൻ്റെ മധ്യത്തിൽ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ ജീവിതത്തിലേക്ക്, സ്തോത്രം, ശരിക്കും നല്ല മാവ് കുഴയ്ക്കുന്നത് പോലെ ദൈവാത്മാവിൽ കുഴച്ചെടുത്ത്, കർത്താവെ, ഈ ദിവസങ്ങൾ എൻ്റെ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടും നിന്റെ ആത്മാവിൻ്റെ ശക്തിയും ഇത് രണ്ടും ഒരുപോലെ എൻ്റെ ഉള്ളറകളിൽ നിറച്ചു തരാൻ ദൈവത്തിന് കഴിയുമല്ലോ. അങ്ങനെ ഉപയോഗിച്ച ദൈവത്തിൻ്റെ ഭൃത്യന്മാരുണ്ടല്ലോ. അങ്ങനെ ഇന്ന് രാത്രികാലം മുതൽ വചനവും ആത്മാവിന്റെ ശക്തിയും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരാത്മതലം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവസഭ, ദൈവജനം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇവ രണ്ടും കൂടി ഒരുമിച്ച് നിന്റെ വിഷയത്തിന്റെ പരിഹാരങ്ങൾക്കായി, നിന്റെ പ്രാർത്ഥനയുടെ വിടുതലുകൾക്കായി, നിന്റെ വിഷയത്തിന്റെ മുന്നേറ്റത്തിനായി, നിന്റെ ശുശ്രൂഷയുടെ വിജയത്തിനായി ഈ രാത്രി ദൈവം നമ്മോട് പറയുന്നു, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രാപിക്കാൻ. ഹല്ലേലൂയ. പലരും ശുശ്രൂഷകന്മാരും മീറ്റിങ്ങുകളും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന പല വിധത്തിലാണ്. നമുക്കറിയാം, ചില മീറ്റിങ്ങുകളുടെ ഹൈലൈറ്റിംഗ് വിടുതലുകൾ മാത്രമാണ്, അവർക്ക് മറ്റൊന്നും ലക്ഷ്യമല്ല. ചില സന്ദേശങ്ങളുടെ ഹൈലൈറ്റിംഗ് അഭിഷേകം മാത്രമാണ്, മറ്റൊന്നും ലക്ഷ്യമല്ല.
സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ദൈവം നമ്മോട് വചനത്തിലൂടെ പറയുന്നു, ഏതെങ്കിലും ഒന്നിൽ തൃപ്തിപ്പെടുന്നവരല്ല യഥാർത്ഥത്തിൽ സഭ. സ്തോത്രം മുടി ഒന്നടങ്കം ഇന്ന് രാത്രി ഇതിനകത്ത് ഇത് രണ്ടും കൂടി ഒരു സഭയ്ക്കകത്തേക്ക് കൃപയാൽ കിട്ടിയാൽ, സ്തോത്രം, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ പാസ്റ്റർ വചനത്തെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു ഭാഗം ശരിയാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ വ്യാപാരം തുടങ്ങിയാൽ പിന്നെ അങ്ങയുടെ മുമ്പിലിരിക്കാൻ പറ്റിയല്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ളൊരു അഭിഷിക്തം ഞങ്ങൾക്കുണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ സഭയ്ക്ക് ഭാഗ്യമുണ്ടാകണം. ഈ യോഗം അതുപോലെയാക്കി മാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയല്ലേ, ഒരു കുടുംബ ബന്ധത്തിൽ മുന്നേറുകയല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ ഇതാണ്: ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർക്ക് ഇത് രണ്ടും കൂടി ഒന്നിച്ചു നീ കൊടുക്കണം. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സഭയ്ക്ക് വാഗ്ദത്തം ചെയ്യുന്ന മുഴുവൻ വാഗ്ദത്തങ്ങൾ 5-ാം രാത്രി ഇരുമ്പെഴുത്താണി കൊണ്ട് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതുന്നത് പോലെ നമ്മൾ ചിലരുടെ ഉള്ളിൽ എഴുതി വിട്ടാൽ, ഞാൻ ആത്മാവിൽ പറഞ്ഞിട്ട് പോകാം, ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതായി മാറിയാൽ, അതിന്റെ ടൈറ്റിലായി മാറിയാൽ, എന്തെങ്കിലും ഗഹനമായ കാര്യങ്ങൾ കേൾക്കണം എന്നതിനേക്കാൾ അപ്പുറമായി എനിക്ക് വചനവും ശക്തിയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ, ഒരുപോലെ കൊണ്ടുപോകാൻ കൃപ തരണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചിരുന്നാൽ, ഒരുപക്ഷെ 21 ദിവസങ്ങൾ കൊണ്ട് 22-ാം തീയതി കൊണ്ട് ലഭിച്ചില്ലെങ്കിലും ഈ ധാരണ അകത്ത് കയറിയിട്ട് രഹസ്യ പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ബാക്കിയെല്ലാം മാറ്റിയിട്ട്, ഞാൻ സ്വത്രം നിഷേധാത്മക ട്യൂണിൽ പറയുകയല്ല, ആ ഒരു മൂടി പറയുകയല്ല, ആത്മാക്കളെ തരണേ, എന്നെ ദൈവമേ സ്തോത്രം, വാടക കൊടുക്കാനുള്ള പണം തരണമേ, ആരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വരുമാനം തരണമേ എന്നിത്യാദി പ്രാർത്ഥനകളെല്ലാം മനഃപൂർവ്വമായൊരു ചുമന്ന മഷി കൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് എഴുതി വെക്കണം: കർത്താവേ, നീ എനിക്ക് ശക്തിയും വചനവും തന്നാൽ ഈ പറയുന്നതെല്ലാം എൻ്റെ കയ്യിൽ വരും, ഈ പറയുന്ന എല്ലാം എൻ്റെ കുടുംബത്തിനകത്ത് വരും. ഇത് രണ്ടും കൂടി കയ്യിലുണ്ടെങ്കിൽ നിനക്ക് വീട്ടിലിരിക്കാൻ നേരം കിട്ടിയാല. ഇത് രണ്ടും കൂടി കയ്യിലുണ്ടെങ്കിൽ നിന്റെ ദുഷ്ടാത്മ സേനകൾ കണ്ട് ഭയപ്പെടാനിടയാകും. ഇത് രണ്ടും കൂടി കയ്യിലുണ്ടെങ്കിൽ, ഇത് രണ്ടും കൂടി ഹല്ലേലൂയ കൈവശമുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ 2 കണ്ണുകൾ നിനക്ക് തന്നിട്ടുണ്ട്. ഈ 2 കണ്ണുകൾ ഒരുപോലെ 2 വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം വിജയത്തിലേക്കുള്ള കൽപ്പടവുകൾ ചവിട്ടിക്കയറാൻ ആഗ്രഹിക്കുന്ന ദൈവസഭ എങ്ങനെ വേണം എന്നതിനേക്കാൾ ഉപരി ആത്മാവിൽ ഇന്ന് രാത്രി പറ, നിനക്കൊരു പ്രാർത്ഥിക്കാനേ കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ആ പ്രാർത്ഥന വരത്തിനകത്ത് ഉപയോഗിക്കട്ടെ. ട്രാക്ട് കൊടുക്കാനോ കൃപയുള്ളെങ്കിൽ ആ ട്രാക്ട് കൊടുക്കുന്നവൻ ഇത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യട്ടെ. രക്തത്താലെ ജയം, രക്തത്താലെ ജയം. നിന്റെ പ്രാർത്ഥന വിഷയം, സബ്ജക്റ്റ് തന്നെ മാറി വരട്ടെ. ഹല്ലേലൂയ. വിശ്വാസിയുടെ, ഞാൻ ഈ വിഷയത്തെ ആഴമായി സ്തോത്രം എൻ്റെ ലോക്കൽ ചർച്ചിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പഠിച്ചത്, പിന്നെ ലഭിക്കുന്ന അവസരങ്ങളിൽ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ആത്മാവിൽ ലഭിക്കുന്ന അവസരം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടു കൂടി പറയാം, ഒരു യഥാർത്ഥത്തിലെ വിശ്വാസിയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇത് രണ്ടും കയ്യിലുള്ളവനായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായോ? യഥാർത്ഥത്തിലെ ആത്മീക പക്വതയുള്ള, ആത്മീക തിറവുള്ള, ദൈവമായിട്ട് ബന്ധമുള്ള, സ്വർഗരാജ്യം പ്രതീക്ഷിക്കുന്ന, ഇവിടെ ഒരു വ്യത്യസ്ത ജീവിതം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ, ഉപദേശിയോ പാസ്റ്റർ ഒന്നും ആകണ്ട, ഒരു സാധാരണ വിശ്വാസിയാണെങ്കിൽ അവന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം കാണും. അകത്ത് വചനം കാണും, അതുപോലെ ശക്തിയും കാണും. ഇത് രണ്ടും ഉള്ളവനാണ് യഥാർത്ഥത്തിലെ ദൈവസഭയുടെ മെമ്പർ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ദൈവകൃപയാൽ നമ്മുടെ ഉള്ളിൽ വരികയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നൊരു നിലവാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഈ ചിന്ത ഈ രാത്രി അടുത്തൊരല്പസമയം കൂടി വിശദീകരിച്ചിട്ട് വേഗത്തിൽ ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിച്ച് സ്തോത്രം പ്രാർത്ഥിച്ച് നിർത്താം. കേട്ടോളണേ, 2 കാര്യങ്ങളാണ് ആ വാക്യത്തിനകത്ത് കിടക്കുന്നത്. നമ്മൾ ആത്മശക്തിയെക്കുറിച്ചാണ് കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ആമുഖം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു അവലോകനം പറഞ്ഞ് ദൈവശക്തിയിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ആ സഭയോട് 2 കാര്യങ്ങൾ പറഞ്ഞു. നീ എൻ്റെ വചനം കാത്തു. വചനം കാത്തു, ആ പ്രയോഗം നിങ്ങൾ കേട്ടോ, വചനം കാത്തു. വചനത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 26-ൽ പരം
സ്തോത്രം, ഔപചാരികമായിരിക്കുന്ന കണക്റ്റഡ് വേർഡുകൾ ഉണ്ട്. ഒന്ന്, വചനം കൈക്കൊള്ളുക, വചനം വിശ്വസിക്കുക, വചനം സ്വീകരിക്കുക, വചനം വിശ്വസിക്കുക. സ്തോത്രം, വചനം പ്രസംഗിക്കുക, വചനം പൊരുൾതിരിക്കുക, വചനം എന്ന് വേണ്ട സാക്ഷിക്കുക, തെളിയിക്കുക. അങ്ങനെ വചനത്തോട് ബന്ധപ്പെട്ട് 24 26 വാക്കുകൾ പുതിയ നിയമത്തിനകത്ത് തന്നെ കാണാൻ പറ്റുന്നു. അതിൽ വളരെ വ്യത്യസ്തമായിരിക്കുന്നൊരു പദമാണ് വചനം സ്വീകരിച്ചു എന്നോ, വചനം വിശ്വസിച്ചു എന്നോ, വചനം പ്രസംഗിച്ചു എന്നോ, വചനം തെളിയിച്ചു എന്നോ, വചനം പഠിപ്പിച്ചു എന്നോ പറയുന്നതിനേക്കാളെല്ലാം വളരെ വ്യത്യസ്തമായൊരു പദമാണ് വചനം കാത്തു എന്ന് പറയുന്നത്. വചനം വിശ്വസിക്കുന്നതിനേക്കാൾ വചനം കാക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണ്? വചനം പ്രസംഗിക്കുന്നതിനേക്കാൾ വചനം കാത്തു എന്ന പദത്തിൻ്റെ വ്യത്യസ്തത എന്താണ്? ഇതെല്ലാം ഒന്നാണോ? വചനം കാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 5-6 ബൈബിൾ മേടിച്ച് പൊടി പറ്റാതെ അലമാരിക്കകത്ത് ഭദ്രമായി സൂക്ഷിക്കുക. സ്തോത്രം. ഇപ്പോൾ ദൈവത്തോട് പറയാം, കർത്താവെ ഞാൻ കാത്തിട്ടുണ്ട്, 6 എണ്ണം അലമാരിക്കകത്തിരിക്കുന്നുണ്ട്, കിട്ടുന്ന എല്ലാ വേഷനും മേടിച്ചിട്ടുണ്ട്, പൊടി പറ്റിയിട്ടില്ല, പേന കൊണ്ട് പോലും തൊട്ടിട്ടില്ല, പിള്ളേരെ തൊടാൻ അനുവദിക്കുകയില്ല, ചെളി പറ്റിയിട്ടില്ല, അങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. അതാണോ വചനം കാക്കുന്നത്? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പോയി ഒരു 30 ബൈബിൾ മേടിച്ച് വീട്ടിൽ വയ്ക്കാം, അത് ചെയ്താൽ മതിയായിരുന്നെങ്കിൽ. പക്ഷെ അതല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം. വചനം കാക്കുക എന്നതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചോ? കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒക്കെ നാടിനേക്കാളൊക്കെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് വചനത്തിൻ്റേതായ ഒരു ഉറവിടം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതെങ്കിലും പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വചനം കാത്തതിൽ സ്തോത്രം അവർ പ്രതിജ്ഞാബദ്ധരും ഉത്സുകരുമായിരുന്നത്. 1-2 തെളിവ് ഞാൻ പറയാം. വചനം കാക്കുക എന്നുള്ളതിൻ്റെ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വചനത്തിൽ നിന്നൊരു വാക്യം എടുത്ത് തെളിയിച്ച് വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന മൂലഭാഷകളിൽ പോയി നമ്മൾ സമയം കളയുന്നതിനേക്കാൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സംഭവം പറയാം. സ്തോത്രം. പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ, വിശേഷിച്ച് യൂറോപ്പ് സമയം വരെയും ഈ അവിടുത്തെ ആളുകളിൽ നിന്ന് നേരിട്ടുള്ള അറിവുകൾ അനുസരിച്ച് അടുത്ത സമയം വരെയുള്ള ചില പ്രത്യേകത പറയാം. അവിടുത്തെ വീടുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ പ്രോപ്പർട്ടി ഒത്തിരി ഒന്നും കാണുകയല്ല. നമ്മുടെ നാടൻ രീതിയിൽ 10 സെൻറ്റോ 12 സെൻറ്റോ 20 സെൻറ്റോ സ്ഥലം, ഒരു ചെറിയ വീട്, കാര്യങ്ങൾ അത്രയൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ അടുത്ത സമയം വരെ ഇപ്പോഴും അവരുടെ വസ്തുവിന് അടുത്ത വീട്ടുകാരനുമായിട്ട് ഉള്ളതിൽ ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ ഒരു മതിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ 2 ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കമ്പ് പോലും ഈ അടുത്ത സമയം വരെ അവർ നാട്ടുകയോ മതിൽ കെട്ടുകയോ ചെയ്യാറില്ല. സ്തോത്രം. തുറന്നു കിടക്കുക. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാളുടെ പ്രോപ്പർട്ടി, ഇവിടെ ഒരു പ്രോപ്പർട്ടി, ഇത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് മതിൽ കെട്ടിയോ ഒന്നും കെട്ടിയില്ല, വളരെ ഓപ്പണായി കിടക്കും. കാരണം അവരുടെ അകത്ത് പിതാക്കന്മാരുടെ നാളിൽ മുതൽ കൊടുത്ത ഒരു വലിയ ആശയമുണ്ട്. എന്താണെന്നറിയോ? സ്തോത്രം. ഇതിങ്ങനെ തുറന്നു കിടന്നാലും അപ്പുറത്തെ പുരടക്കാരൻ്റെ മണ്ണിലെ ഒരു പിടി മണ്ണ് പോലും എൻ്റെ പുരടത്തിനകത്ത് വരാൻ പാടില്ല എന്ന് ഭക്തിയുള്ള പിതാക്കന്മാർ അവിടുത്തെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. സ്തോത്രം. മനസ്സിലാവുന്നോ? അവിടെ പറഞ്ഞിരുന്നു, മോനെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്, നമുക്ക് ദൈവം തരും. അങ്ങനെ പറഞ്ഞവരായിരുന്നു അന്നത്തെ അവരുടെ പിതാക്കന്മാർ. ബൈബിൾ പുറത്തു കൊണ്ടുവരുവാൻ, അതിനെ പല വേർഷനായി കൊണ്ടുവരുവാൻ, പണം മുടക്കാനൊക്കെ പല വിധത്തിൽ അശ്രാന്ത പരിശ്രമം നടത്തിയ ആ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ അന്നത്തെ ഭക്തിയുള്ള ആളുകൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും അവരുടെ മക്കളെ അങ്ങനെ വളർത്തുകയും ചെയ്തു. ഇവിടെ മതിലിടിഞ്ഞ് കിടന്നാലും കയ്യാലെ മതിലൊന്നും ഇല്ലല്ലോ, ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും അവൻ്റെ നിൻ്റെ നിന്ന് ഒരു പിടി മണ്ണ് അങ്ങ് പോകുമല്ലാതെ അവൻ്റെ നിന്ന് ഒരു പിടി മണ്ണ് ഇങ്ങോട്ട് വരരുത്. ഇത് ഈ വീട്ടുകാരനും മൊത്തത്തിൽ ക്രിസ്ത്യാനികളാണല്ലോ. സ്തോത്രം. ഇവരുടെ 2 പേരുടെ ഡിമാൻഡ് ഇതായിരുന്നു, ഒരിക്കലും നിന്റെ മണ്ണിലെ ഒരു പിടി മണ്ണ് എൻ്റെ പറമ്പിൽ വരികയില്ല. അത് സർക്കാരിനെ പേടിച്ചല്ല, നമ്മുടെ മോളിൽ കാണുന്നൊരു ദൈവമുണ്ട്. അവൻ നമ്മുടെ പിതാക്കന്മാർക്കൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്, ആ മറ്റവന്റെ മുതലിൽ ഒന്നുപോലും നിന്റെ കൈവശം അനധികൃതമായി വരരുത്. അവൻ വാക്കുകളില്ലാതെ പ്രതിജ്ഞാബദ്ധനാണ് അയൽവക്കക്കാരനോട്, നിന്റെ മണ്ണിൽ നിന്ന് കാലിന്റെ ഉള്ളംകാലിൽ പറ്റിപ്പോലും എൻ്റെ ഭൂമിയിലേക്ക് ഒരു പിടി മണ്ണ് വരില്ല, അതിന് ഞാനും ദൈവവും സാക്ഷി. കേട്ടോ? സ്തോത്രം. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടിക്കകത്ത് അങ്ങനെയില്ല. നമ്മുടെ മതിലും കെട്ടി, പിന്നെ പഞ്ചായത്തിട്ട കല്ലുണ്ട്, പിന്നെ നമ്മൾ കമ്പിവേലിയിട്ട്, പിന്നെ ഇപ്പോൾ ഇറത്തും കൊടുത്തിട്ടിരിക്കുക ഒരുത്തനും കയറാതിരിക്കാൻ വേണ്ടി. സ്തോത്രം. മനസ്സിലായോ? കാരണം എന്താ ഇത്രയും വന്നത്? കണ്ണ് തെറ്റി അവൻ അടിച്ചോണ്ട് പോകും. നമ്മുടെ വിശ്വാസമാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇതൊക്കെ അന്യഭാഷയാണ്, ശക്തിയാണ്, വചനമാണ്. ഇതൊക്കെയാണെങ്കിലും നഖത്തിനിടയെ വല്ലതും കയറിപ്പോന്നാൽ അതും കൂടിയും കൊണ്ടുവരും. നമ്മളല്ല. സ്തോത്രം. നമ്മുടെ കൾച്ചറിൻ്റെ പ്രശ്നം അവർ.
മറ്റതങ്ങനെയല്ല, തുറന്നു കിടന്നാൽ അവർ ചെയ്യുകയല്ല. ചെയ്യാത്തത് പേഴ്സണാലിറ്റി നോക്കിയിട്ടല്ല, അവരുടെ പിതാക്കന്മാർ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല. ദൈവം നീതിമാനാണ്. അടുത്തത് സ്തോത്രം, ഇപ്പം പണിയുന്ന ബിൽഡിങ്ങുകൾ, ഇപ്പം അവിടെ പണിയുന്ന പുതിയ കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾക്ക് മാത്രമേ ഫ്രണ്ടിലേക്ക് മാത്രം മിക്കവാറും ഡോർ അവർക്കുള്ളൂ, ബാക്കിലേക്ക് അത്രയല്ല. കിച്ചണൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല, ഒരു റൂം പോലെ തന്നെയാണ് സ്തോത്ര സെറ്റപ്പ്. ആഹാരമൊക്കെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് ചൂടാക്കി അടിക്കുക. അതിൻ്റെ പേരിൽ നമ്മളെപ്പോലെ മീൻ വെട്ടി കഴുകി പുറകിലേക്ക് കുടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട് ഡോറേ മെയിനായിട്ടുള്ളൂ. ഈ അടുത്ത സമയം വരെ ഫ്രണ്ട് ഡോറിന് ഒറ്റ വീടിനും ലോക്കില്ലായിരുന്നു. ഇപ്പം പണിയുന്ന പുതിയ ബിൽഡിങ്ങുകൾക്ക് മാത്രമാണ് പുതിയ ബിൽഡേഴ്സ് ലോക്ക് വെച്ച് കൊടുക്കുന്നു. അത് അവർ പറയുന്നു അവിടത്തുകാരെ പേടിച്ചിട്ടല്ല, ഏഷ്യക്കാരെ പേടിച്ചിട്ടാണ്. സ്തോത്രം, മനസ്സിലായോ? സായിപ്പിന് പേടിയില്ല. പക്ഷെ അവിടെ വന്ന് പാർക്കുന്ന പുറത്തെ പാർട്ടികൾ, അവരെ പേടിയായതുകൊണ്ടാണ് ഇപ്പോഴത്തെ കമ്പനികൾ ലോക്ക് വെക്കുന്നത്. ഇതുവരെ അവിടുത്തെ ഒറ്റ വീടുകൾക്ക് ലോക്കില്ല, ചുമ്മാ ഗ്ലാസ് ഡോറുകളാ. സ്തോത്രം. ഇനി അഥവാ ലോക്കിട്ട് ചുമ്മാ തള്ളിയാ പോകുന്ന ഡോറുകളാ, ആർക്കകത്ത് കയറാം. പക്ഷേ ഇപ്പൊ വരെയും അവിടെ ഡോറുകൾക്ക് ലോക്കില്ലാതെ അത്ര തുറന്ന പുസ്തകം പോലെ കിടന്നത്, അവിടെ രാവും പകലും ക്യാമറ കണ്ണുകൊണ്ട് നടക്കുന്ന പോലീസും പട്ടാളും പോലീസ് നായി ഉള്ളത് കൊണ്ടല്ല, അവിടുത്തെ ഓരോ കുടുംബങ്ങളും വിശ്വസിച്ചിരുന്നു. സ്തോത്രം, ഇതിവിടെ രാപ്പകൽ എന്നെ തുറന്നു കിടന്നാലും നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരാ. നമുക്ക് പിതാക്കന്മാരുടെ കാലത്തൊരു പ്രമാണം തന്നിട്ടുണ്ട്, ഇതിവിടെ തുറന്നു കിടന്നാലും ഒരുത്തൻ പോലും ഇതിനകത്തേക്ക് എത്തി നോക്കിയോ ഇതിനകത്തൊരു നന്മ കൈമോശം വരാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഒരു പശ്ചാത്തലം അവരവിടെ ഉണ്ടാക്കില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല, എന്ത് തുറന്നു കിടന്നാലും നോ പ്രോബ്ലം, അങ്ങനെ കിടന്നാലും പ്രശ്നമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഇന്നും ഇപ്പോഴും ഏതെങ്കിലും ഒരു പ്രതിസന്ധി നിമിത്തം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്തോത്രം ഒരു കക്ഷിയെ കുറ്റവാളിയായി പിടിച്ച് കേസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിലോ കോടതിയിലോ ചെന്നാൽ കുറ്റം ഗുരുതരമായിരിക്കാം. പക്ഷേ ആ കുറ്റത്തിന് നമ്മൾ സമ്മതിച്ചാൽ സംഗതി പറ്റി, അബദ്ധത്തിൽ കൈപ്പഴയായി പറ്റി, ശരിയാണ്, ബിസിയായിപ്പോയി, സിഗ്നൽ കട്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ മറ്റൊന്നിനും വന്നു, അങ്ങനെ പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന ഒരു പിഴ കൊടുത്ത് ഒരു വാണിംഗ് തന്ന് രക്ഷപ്പെടാം. പക്ഷേ ഏറ്റവും വലിയ കുറ്റം സംഭവിച്ചതിന് ശേഷം ഒരു ചെറിയ കള്ളം പറഞ്ഞ് കഥ മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ, അത് ബോധ്യപ്പെട്ടാൽ നീണ്ട കാല ശിക്ഷയാണ് കള്ളം പറഞ്ഞതിന്. ഇപ്പോഴും നമ്മുടെ മൂഡ് മുഴുവൻ പോയി, അവിടെ ജനിക്കാതിരുന്നതിനായി സ്വോത്രം എന്നപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വോത്രം. അവിടെയും കോടതികളിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പരിപാടി, ഒരു കക്ഷിയെ കോടതിയിൽ ചെന്ന് നിൽക്കേണ്ടി വരികയാണെങ്കിൽ കോടതി മുമ്പാകെ എങ്ങനെ നിൽക്കണം, ആ വകുപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഈ വക കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാവൂ. പ്രതി ജഡ്ജിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കട്ടെ. ജഡ്ജിക്ക് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതിന് ശേഷം പ്രതി പറയുകയാണ്, എന്നോട് ഇങ്ങനെ പറയണമെന്ന് എൻ്റെ വക്കീൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിക്ക് 10 വർഷം തടവും വക്കീലിന് 30 വർഷം തടവും. വക്കീൽമാർ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ബാക്കിയോടെയും പറയാൻ പോവാ. സ്വോത്രം കേട്ടോളേ. ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കുകയല്ല. പക്ഷെ ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ ചെയ്ത കുറ്റത്തിൽ നിന്ന് തല ഊരിപ്പോകാൻ ഇൻ്റർനാഷണൽ കള്ള ഏതൊക്കെയുണ്ടോ അത് ഡിക്ഷണറിക്കകത്തുണ്ടോ അത് മുഴുവൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ അഡ്വക്കേറ്റുമാരുടെ പരിപാടി. ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു, അഡ്വക്കേറ്റുമാരുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന്. സ്വോത്രം. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു കൊച്ചു കള്ളം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇതവരെ പ്രേരിപ്പിച്ചത്, ഇതവരെ പറഞ്ഞു പഠിപ്പിച്ചത്, ഇതവരെ പിന്തുടരാൻ നിർബന്ധിച്ചത് അവർക്കൊരു പ്രമാണം ഉണ്ടായിരുന്നു. പിതാക്കന്മാരുടെ കാലം മുതൽ ദൈവം കൊടുത്ത ഭക്തിയുള്ള അപ്പന്മാർ കാത്തു സൂക്ഷിച്ച പ്രമാണം. അത് ഇപ്പോൾ വരെയുള്ള തലമുറ കാര്യം പള്ളിയിൽ പോകുമോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യമൊക്കെ ആണെങ്കിലും ഈ വക കാര്യങ്ങളിൽ അവരിപ്പോഴും ഡീസൻ്റാണ്. സ്വോത്രം. മനസ്സിലായോ? ഈ പ്രവണതയ്ക്കാണ് വാസ്തവത്തിൽ വചനം കാക്കുക എന്ന് പറയുന്നത്. ബൈബിളിലെ 4 വാക്യങ്ങൾ പൊടി പറ്റാതെ സൂക്ഷിക്കുന്നതോ 16 നല്ല വാക്യങ്ങൾ മനപ്പാഠം പഠിക്കുന്നതോ ബൈബിളിൽ ചെളി പറ്റാതെ അലമാരിക്കകത്ത് സൂക്ഷിക്കുന്നതല്ല വചനം കാക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ധരിച്ചിരിക്കുന്നെങ്കിൽ
ഇന്ന് രാത്രി നിങ്ങൾ ആ ധാരണ മാറ്റണം. പിന്നെയോ, നിന്റെ നാട്ടിൽ, നിന്റെ ദേശത്ത്, സ്തോത്രം, നീ വചനം കാക്കുന്നവനാകണമെങ്കിൽ നീ ആ നാട്ടുകാരുടെ നടുവിൽ ഒരു അളവുകോലായി മാറണം. സ്തോത്രം. അവർ ചോദിക്കണം, ഇത്രയുണ്ടായിട്ട് നിങ്ങളെന്താ ഇങ്ങനെ വ്യത്യസ്തമായി? അവർ പറയണം, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ആ പ്രമാണം അനുവദിക്കുന്നില്ല നോട്ട് കെട്ട് റോട്ടിൽ കിടന്നാലും വീട്ടിൽ കൊണ്ട് വെക്കാൻ, അല്ലെങ്കിൽ സ്തോത്രം ഞങ്ങളുടെ വാതിക്ക കൊണ്ടിട്ടാലും അത് കൈവശപ്പെടുത്താൻ, മറ്റൊരുത്തൻ്റെ മരത്തിൻ്റെ കമ്പ് ഇങ്ങോട്ട് ചാഞ്ഞു നിന്നാൽ അതിനകത്ത് നിൽക്കുന്നൊരു പൂ പോലും പറിച്ച് വീട്ടിൽ വെക്കാൻ ഞങ്ങളുടെ പ്രമാണം അനുവദിക്കുന്നില്ല എന്ന് കേരളത്തിലെ ദൈവമക്കൾ വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അന്നാണ് നമ്മൾ വചനം കാക്കുന്നവരായി മാറുള്ളൂ. സ്തോത്രം. വചനം കാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. വചനം പ്രസംഗിക്കാൻ എളുപ്പമാണ്, വചനം എഴുതി ഒരു പുസ്തകത്തിലാക്കി പ്രസിദ്ധീകരിക്കാൻ എളുപ്പമാണ്, വചനം വേണമെങ്കിൽ വീടുകളിൽ പോയി പറയാൻ എളുപ്പമാണ്, വചനം പഠിപ്പിക്കാൻ എളുപ്പമാണ്. വചനം കാക്കുക എന്ന് പറയുന്നത് നമ്മുടെ വൈകാരിക തലങ്ങളെ, നമ്മുടെ ഇംഗിതങ്ങളെ എല്ലാം കാലുകൊണ്ട് ചവിട്ടിപ്പിടിക്കുന്നവർക്ക് മാത്രമേ വചനം കാക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. ഈ രാത്രി ഞാൻ ഈ സഭയോട് പറഞ്ഞ ദൂതിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ഈ രാത്രികാലം വചനം വായിക്കുന്നവരും വചനം കേൾക്കുന്നവരും വചനം പ്രസംഗിക്കുന്നവരുമായി ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ലോകത്തിന് മുമ്പിൽ വെട്ടിത്തിളങ്ങാൻ ചില കഴിവും ബുദ്ധിയും വാക്സാമർത്ഥ്യം മതി. എന്നാൽ ലോകത്തിന് മുമ്പിൽ വചനം കാക്കുന്നവരായി മാറാൻ, ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ, ചില നഷ്ടങ്ങൾ സഹിക്കാൻ, ലാഭങ്ങളെ നഷ്ടമായി എണ്ണാൻ അതിന് തയ്യാറാകുന്നവർക്ക് മാത്രമാണ് ആക്കി വച്ചിരിക്കുന്നത് വചനം കാക്കുന്നവരായി മാറാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും വലിയ ഡീലിംഗ് നടത്തിയ സഭയോടെ പറയുന്നത്, നീ വചനം മനപ്പാഠം പഠിച്ചു എന്നല്ല. 119 സങ്കീർത്തനം നിന്റെ 6 പഠിക്കുന്ന ചെറുക്കൻ മനപ്പാഠം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കർത്താവ് അവാർഡ് കൊടുക്കുകയല്ലേ ചെയ്തത്. ആ സഭയോട് പറയുന്നു, നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഫിലദൽഫിയ സച്ചിനോട് പറഞ്ഞു, നിങ്ങളാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എൻ്റെ വചനം കാത്തവരാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ വചനം കാക്കുന്നതെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വിധത്തിൽ ജാതികളുടെ നടുവിൽ, രാഷ്ട്രീയത്തിന്റെ നടുവിൽ, സർക്കാരിന്റെ മുമ്പിൽ, എല്ലാ സ്ഥലത്തും വചനം കാക്കുന്നവനാണ്. അങ്ങനെ കാക്കുന്നവൻ ഒരു മൊട്ടുസൂചി പോലും, സ്തോത്രം, അവൻ അനധികൃതമായി ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് അവന്റെ മേശക്കകത്ത് വെക്കാൻ, സ്തോത്രം, ഒരു ഷീറ്റ് പേപ്പർ പോലും ബാഗിൽ വെച്ചോണ്ട് പോരാൻ വചനം കാക്കുന്നവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചോളണം, എത്ര പേര് വചനം കാക്കുന്നുണ്ട്? വായിക്കുന്നത് വേറെ, ചിന്തിക്കുന്നത് വേറെ, പറയുന്നത് വേറെ, വചനം കാക്കുന്നത് വേറെ. ഇന്ന് രാത്രി ദൈവം നിന്നെ നോക്കി പറയുന്നു, വചനം കാക്കുന്നവനായി മാറണം. കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, സഭയിലായിരിക്കുമ്പോൾ, സ്തോത്രം, അയൽവക്കക്കാരൻ്റെ മുമ്പിൽ ബസ്സിൽ കയറുമ്പോൾ എന്ന് വേണ്ട, മാർക്കറ്റിൽ പോകുമ്പോൾ, ഇവിടെയെല്ലാം നമ്മളെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല, സ്തോത്രം, എനിക്ക് വചനം അറിയാമെന്നുള്ളതല്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ നിന്റെ തലപൊട്ടിത്തെറിക്കുന്നു പറയുന്നതല്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യം, ദൈവം ചെയ്യേണ്ട കാര്യം. നമ്മുടെ ഭാഗത്തെ കടപ്പാടിതായിരിക്കണം. നീ എവിടെ പോയാലും വചനം കാക്കുന്നവനായി ജീവിക്കുക ാണെങ്കിൽ അവരെ കരുതുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ രാത്രി അത്ര സന്തോഷമുള്ള കാര്യമല്ല ആമുഖത്തിൽ പറഞ്ഞത്. സ്തോത്രം. എടുക്കേണ്ടവർക്ക് എടുക്കാം, അല്ലെങ്കിൽ മറക്കണമെങ്കിൽ മറക്കാം. എന്തും നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വചനം കാക്കണമെന്നൊരു തീരുമാനം ഈ പ്രാർത്ഥനയ്ക്കകത്ത് വന്നാൽ, സമൂഹ മധ്യത്തിൽ കാക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ നിന്റെ വചനം കാക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ, സ്വന്തം കുടുംബത്തിനകത്ത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത്, അമ്മ, മക്കൾ, അപ്പൻ, മരുമകൾ, അമ്മായിയമ്മ, ഈ ബന്ധത്തിലെല്ലാം ദൈവവചനം കാക്കുന്നവരായി മാറിയാൽ വീട് സ്വർഗമായി മാറും. സ്തോത്രം. നമ്മുടെ പ്രശ്നം മുഴുവൻ വാക്കി അറിയാം, പക്ഷെ ഒന്നും കാക്കിയല്ല. അതിനെ കാക്കാൻ തുടങ്ങിയാൽ, നീ നന്നായി ജീവിക്കുമ്പോൾ നീ കാക്കുന്നത് ദൈവം നിനക്ക് തന്ന പ്രമാണത്തെയാണ്. മനസ്സിലാവുന്നോ? സ്തോത്രം. ഹല്ലേലൂയ. നോക്കി, നിന്നെയല്ല കാക്കുന്നത്. നീ നേരോടെ ജീവിക്കുമ്പോൾ നീ സൂക്ഷിച്ചത് 20 കൊല്ലത്തെ ആത്മീക ജീവിതത്തിന് ഈ ഭൂമിയിൽ അവസരം തന്നാൽ, 20 കൊല്ലം കൊണ്ട് നീ നേരോടെ നടക്കുമ്പോൾ നീ സൂക്ഷിച്ചത് പവിത്രമായ ദൈവത്തിന്റെ വചനത്തെയാ. തിരുവചനത്തെ കാത്തവന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സാധാരണക്കാരന് കിട്ടുന്നതിനേക്കാൾ വലിയ നന്മ, വലിയ പ്രതിഫലം അവിടെ ചെല്ലുമ്പോൾ കിട്ടുമെന്ന് എൻ്റെ ഉള്ളം പറയുന്നത്. ണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആൾക്കൂട്ടത്തിനടി, വിശുദ്ധന്മാരുടെ നടുവിൽ, ദൂതന്മാരുടെ നടുവിൽ നിന്ന് വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ, കോടിക്കണക്കിന് ആളുകളുടെ നടുവിൽ വെച്ച് വചനം കാത്തവനെന്ന് പറയണമെങ്കിൽ ഇവിടെ അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ വചനം കാക്കാൻ പറ്റുള്ളൂ.
ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക വചനം കാക്കാൻ. നിന്നെ ഞാൻ കാത്തോളാം, നീ എൻ്റെ വചനം കാത്താൽ മതി. സ്തോത്രം. ഒന്നോടെ പറയാം, ദൈവം പറഞ്ഞിരിക്കുന്നു, ഏത് പിശാചും വന്നോട്ടെ, ആഭിചാരമോ ക്ഷുദ്രപ്രയോഗമോ എന്തും നിൻ്റെ അപ്പുറത്തെ സ്ഥലത്ത് നിങ്ങോട്ട് തൊടുത്ത് വിട്ടോട്ടെ, തീയമ്പുകൾ തലയ്ക്ക് മുതലുള്ള പാഞ്ഞോട്ടെ, ഞാൻ നിന്നെ കാത്തോളാം. അപ്പം തിരിച്ചു ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? കർത്താവ് അന്നേരം പറയും, നീ ഒറ്റ കാര്യം ചെയ്തത്, നീ എൻ്റെ വചനത്തെ കാത്താൽ മതി. സ്തോത്രം. നീ എൻ്റെ വചനത്തെ കാക്കുവാണെങ്കിൽ ഞാൻ നിന്നെ കാത്തോളാം. മറ്റുള്ളവരുടെ നടുവിൽ വചനം കാക്കാമെന്ന് ഇന്ന് രാത്രികാലം ഉറച്ചൊരു തീരുമാനമെടുത്താൽ അവരുടെ സകല വിഷയവും ഇന്ന് രാത്രികാലം കത്തി അഴിയാൻ തുടങ്ങിയ വചനത്തിന്റെ പൊരുൾ തിരിയുമ്പോൾ ഈ കാര്യങ്ങളെ കണ്ട് കണ്ണടച്ചിരുട്ടാക്കാതെ, സ്തോത്രം, എൻ്റെ തലയെ കൊള്ളുന്നില്ലെന്ന് പറഞ്ഞു പോകാതെ, ഇന്ന് വരെയും ഇത്ര ഗൗരവമായിട്ട് ഈ കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തെ കാക്കണമെന്നുള്ള ഗൗരവമായ ഉത്തരവാദിത്വം, അത് കാക്കാൻ ഇവിടെ സമുദായങ്ങളില്ല, സമൂഹങ്ങളില്ല, മതങ്ങളില്ല, സഭകൾ പോലും തയ്യാറല്ല. ഇതിനിടയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ചും ഇരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നത്, നിനക്കെന്നെ വചനം കാക്കാമോ? അങ്ങനെയാണ് ഇന്നലെ തലമുറയെ ഞാൻ കാത്തോളാം. നിനക്കെന്നെ വചനം കാത്താവാമോ? നിന്റെ സമ്പാദ്യം ഞാൻ കാത്തോളാം. നിനക്കെന്നെ വചനം കാക്കാമോ? നിന്റെ ഭാവിയെ ഞാൻ കാത്തോളാം. നിന്റെ സഭയെ ഞാൻ സൂക്ഷിച്ചോളാം. നിന്റെ ആരോഗ്യത്തെ, നിന്റെ നന്മയെ, നിന്റെ കൃപകളെ, ഇതിനെ മുഴുവൻ ഞാൻ സൂക്ഷിക്കാം. നിന്റെ ഉത്തരവാദിത്വം എന്റെ വചനം കാക്കുക. ഹല്ലേലൂയ. അതിന് തയ്യാറുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വചനം കാക്കുക, അതൊന്നാമത്തെ ഭാഗം. ആ സഭയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. കഠിനമായ പ്രതിസന്ധികളുടെ നടുവിൽ അവർ ദൈവത്തിൻ്റെ വചനം കാത്തു. പക്ഷേ ഇത്രയും ശക്തമായി വചനം കാത്തിട്ടും കർത്താവ് അവരിൽ ന്യൂനത കണ്ടു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, വചനം കാക്കുന്നതിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ. ഇത്രയും നന്നായിട്ട് ഡീസൻ്റ് ആയിട്ട് 7 സഭകളിൽ വെച്ച് ഈ സഭയോട് അത്രയും നന്നായി, നിങ്ങൾ പാർക്കുന്നിടത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അതിരുകളില്ല, മതിലുകളില്ല, അതുപോലത്തെ നിലവാരത്തിൽ നിൻ്റെ വ്യക്തിപ്രഭാവം യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അങ്ങനെ ഇരിക്കട്ടെ, കൊള്ളാം എന്ന് പറഞ്ഞ് യേശു നിർത്തുകയല്ല. യേശു അതിനകത്തൊരു ന്യൂനത പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. തീരെ ഇല്ലെന്നില്ല, അല്പമേ ഉള്ളൂ. ഇനി ഞാൻ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം, വളരെ ശ്രദ്ധിച്ചോളണം. ഒന്ന്, നമ്മുടെ ധാരണയൊക്കെ ശരിക്കും ഈ പരിശുദ്ധാത്മാവ് ശക്തി എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ഒരുപോലത്തെ ഒരു നിലവാരമാണെന്നുള്ള ചിന്തയാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രബുദ്ധരായ ആൾക്കാരായിരിക്കും മനസ്സിലായേക്കുക. കാര്യങ്ങളൊന്ന് വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10:38. പെട്ടെന്നൊന്ന് വായിച്ചാൽ 10:38. ആ കേട്ടോളണേ, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും, വളരെ പരിചയമുള്ള വാക്യമാണ്. പക്ഷെ ഇന്ന് രാത്രി ആ കാര്യം ഗൗരവമായി ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തു എന്നല്ല, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവിനാലത്തെ അഭിഷേകം കിട്ടുമ്പോൾ ശക്തിയും കൂടി വരുമായിരുന്നെങ്കിൽ ഈ 2-ാമത്തെ പദം എഴുതണ്ടായിരുന്നല്ലോ. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നോ? സ്തോത്രം. പരിശുദ്ധാത്മാവ് കൊണ്ടൊരു അഭിഷേകം കിട്ടിയപ്പോൾ ശക്തിയും കൂടി അങ്ങ് ആയിത്തീർന്നെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവിനാലും പ്ലസ് ശക്തിയാലും എന്ന് പറയണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനെയും 2 സ്തോത്രം പദവിയിലിട്ട് വേണം പഠിക്കാൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ കൂടെ എഴുതിയിരിക്കുന്ന അടുത്ത പദമാണ് ശക്തി കൊണ്ടൊരഭിഷേകം. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിലേക്ക് എത്ര പേർക്ക് ആ കാഴ്ചപ്പാടൊന്ന് ഏറ്റെടുക്കാൻ പറ്റും? ഞാൻ ആമുഖത്തിൽ പറഞ്ഞു ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ശക്തി മാത്രമായിട്ട് ഒരു വക ജീവിതം ജീവിക്കുന്നതിനെ കുറിച്ചല്ല, വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെ നല്ല ഉത്ബോധമുള്ളപ്പോൾ തന്നെ ഈ യോഗമധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവരാ നമ്മളീ പലരും. അതിൻ്റെ പ്രകടമായ തെളിവുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. സത്യം സത്യം നമുക്കറിയാം. എന്നാൽ ഈ രാത്രികാലം ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാതാക്കൾക്ക് പരിമിതി ഉണ്ടെങ്കിലും എത്ര പേർ അതിനകത്ത് ആത്മാർത്ഥമായി ചോദിക്കും, കർത്താവേ, ശക്തി കൊണ്ടൊരു അഭിഷേകം ഉണ്ടെങ്കിൽ 22-ാം തീയതിക്കുള്ളിൽ എനിക്കത് വേണമെന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലെ
അഭിഷേകം നമുക്ക് പെന്തിക്കോസ് ചർച്ചസിന് ഫെമിലിയർ ആയ ഒരു വേർഡാണ്, പരിശുദ്ധാത്മാവിലെ അഭിഷേകം. എന്നാൽ അതിനപ്പുറമായി യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമല്ല പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തെങ്കിൽ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങനെയാണ് പുറത്തേക്ക് ദൈവം വിട്ടതെങ്കിൽ, അല്ലയോ ദൈവദാസ, ദൈവവൈതലേ, ഈ ഊഷര ഭൂമിയിൽ പിശാചുക്കൾ തേർവാഴ്ച നടത്തുന്ന, നിന്നെ ഒതുക്കാൻ നോക്കുന്ന മണ്ഡലത്തിൽ നിനക്ക് ദൈവശക്തിയുടെ അഭിഷേകം ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും എത്ര അധികം വേണമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ശക്തിയുടെ അഭിഷേകം അതൊരുവന്റെ അകത്ത് കയറി കഴിയുമ്പോൾ, സ്തോത്രം, ദാവീദൊക്കെ ഒരിക്കൽ പറഞ്ഞു, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. അടുത്ത വാക്കെന്നറിയാമോ? അവർ ചുറ്റി വന്നവർ മുൾത്തി പോലെ കെട്ടുപോയി. ബൈബിളിലെ ചില പ്രയോഗങ്ങൾ ഈ നമുക്ക് ചില കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന, അതിനപ്പുറത്തേക്കൊരു വാക്ക് കൊടുക്കാനില്ലാത്ത കൊണ്ടാണ് അങ്ങനത്തെ പ്രയോഗങ്ങൾ എഴുതുന്നത്. സ്തോത്രം. 80% ബൈബിളിനകത്ത് ഉപമാലങ്കാരങ്ങളിൽ കൂടെയാണ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. 80%. 20% ഡയറക്റ്റ് മീനിങ്ങിലുള്ളൂ. അതുകൊണ്ട് ആ പൊരുൾ തിരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായി വരുന്നത് 80%. ഇതുപോലത്തെ ഇപ്പം ഇതൊരു ഉപമാലങ്കാരമാണ്. ദാവീദ് പറയുന്നു, എൻ്റെ ശത്രുക്കൾ എനിക്ക് ചുറ്റും തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഒരു ആലങ്കാരിക പ്രയോഗമാണ്. നിങ്ങൾക്കറിയാമോ, തേനീച്ച ഒരു മനുഷ്യനെ വളഞ്ഞാൽ ആറ്റി ചാടിയാൽ പോലും രക്ഷപ്പെടത്തില്ലെന്ന നാട്ടുകാർ പറയുന്നത്. അറിയാവുന്നവർക്കറിയാം, പ്രായമുള്ളവരോട് ചോദിച്ചാൽ അറിയാം. കടന്നലോ കുളവിയോ തേനീച്ചയോ കൂടളകി ഒരു മനുഷ്യനെ വളഞ്ഞാൽ ഓടിപ്പോയി ആറ്റി ചാടിയാലും വട്ടം നിന്ന് പറക്കും. ശ്വാസം മുട്ടി പൊങ്ങി വരുമ്പോൾ സെക്കൻഡ് കൊണ്ട് പടപട കുത്തും, വീണ്ടും മുങ്ങും. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ ആ പ്രയോഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷപ്പെടാൻ ഒരു പഴുതുപോലുമില്ലാതെ അതുപോലെ ശത്രു എന്നെ വളഞ്ഞു. തേനീച്ച ഒരു മനുഷ്യനെ വളഞ്ഞാൽ രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ പോലെ ഓടിച്ചിട്ട് കുത്തുന്നത് പോലെ, ആറ്റിച്ചാടിയപ്പോലും വെള്ളത്തിൽ മുങ്ങിയപ്പോലും രക്ഷപ്പെടാൻ പറ്റാത്തതുപോലെ അതുപോലെ പ്രശ്നങ്ങൾ വന്നു. ഞാൻ അങ്ങ് തളർന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. തേനീച്ച പോലെ ശത്രുക്കൾ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നറിയല്ല. സ്വത്രം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ വരുന്ന ശക്തികൾ മുൾട്ടി കെട്ടുപോകുന്നത് പോലെ കെട്ടുപോകുകയാണ്. ഞാൻ കെടുത്തിന്നല്ല, എനിക്കറിയില്ല. എൻ്റെ അടുത്തേക്ക് വരുന്ന വിഷയങ്ങൾ അടുത്ത് വരുമ്പോഴേക്കും കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം ഫയർ എഞ്ചിൻ വെള്ളമടിച്ചതുപോലെ കെട്ടുപോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വേറൊരു വാക്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്ക് ഇങ്ങനെയാ: എൻ്റെ മാംസം തിന്നാൻ അടുത്തു വരുന്ന എൻ്റെ ദുഷ്ടന്മാർ അവരെൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും ഇടറി വീണു. ഞാൻ അടിച്ചിട്ടു നല്ല വാക്യം. പിന്നെയോ, എൻ്റെ മാംസക്കൊതിയന്മാരായിരിക്കുന്ന കഴുകൻ കണ്ണുള്ള മാംസദാഹികൾ എൻ്റെ അടുക്കലേക്ക് വരുന്നു. 2 അടി അടുത്തെത്തിയപ്പോഴേക്കും തിന്നാൻ വേണ്ടി വന്നവൻ, മാംസം കൊത്തിപ്പറക്കാൻ വന്നവൻ അടുത്തെത്തിയപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും അവൻ മറച്ചു വീണു. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ആത്മീക തീവ്രതയെ കാണിക്കാൻ വേണ്ടി ഉപമയിലൂടെ ആലങ്കാരികമായിട്ട് കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ്. ബൈബിള് വലിയ തലവണ പോലത്തെ പുസ്തകമാക്കാൻ വേണ്ടി എഴുതി ചേർത്തല്ല, അടിച്ചു കയറ്റിയതല്ല ഇതെല്ലാം. ഇത് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ആത്മീകമുണ്ട്. എല്ലാ ഞായറാഴ്ചയും പിശാചിന്റെ തട്ട് കൊണ്ടിട്ട് വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മിനിങ്ങാന്നും പുള്ളി ഒന്ന് തട്ടി എന്ന് പറയുന്നതല്ല ആത്മീക ജീവിതം. മറിച്ച് കുറേം കൂടി ശക്തി കൊണ്ട് നിറയപ്പെട്ടാൽ നിന്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും, ഇവിടേക്ക് അടുക്കുന്ന സമയത്ത് അടുത്ത കാഴ്ചവിടെ വെക്കാൻ നോക്കുന്നതിനേക്കാൾ മുമ്പ് അടുത്തു വരുന്ന പ്രതികൂലങ്ങളെ ഈയൽ ചിറക് കത്തി ചാഴ വീഴുന്നത് പോലെ കത്തിക്കുന്ന ഒരു അഭിഷേകവും ആത്മീകമുണ്ട്. അത് അനുഭവിച്ച ദൈവത്തിന്റെ വൃത്യന്മാർ ചരിത്രത്തിലുണ്ട്. ഒരുപക്ഷെ ഇതിനകത്തും ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു ദൈവകൃപയുടെ വ്യാപാരമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആത്മീകമുണ്ടെങ്കിൽ, എന്ത് തിരുവനന്തപുരത്തെ PMG ചർച്ചിന് അങ്ങനെ ഒരു ലെവലുണ്ടെങ്കിൽ ദൈവസന്നിധാനത്തിൽ ആത്മാവിൽ ചോദിച്ചുകൂടെ, കർത്താവേ സ്തോത്രം, നിന്റെ ശക്തിയുടെ അഭിഷേകത്താൽ, നിന്റെ ആത്മശക്തിയുടെ അഭിഷേകത്താൽ ഞങ്ങൾക്ക് വിരോധമായി കയറി വരുന്ന ചില പ്രതിസന്ധികളെ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ ഷോക്കടിച്ച് വീഴുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, താഴെ പോകുന്ന നിലവാരത്തിൽ ഭയങ്കരമായിരിക്കുന്ന ഒരു ആത്മീക വ്യാപാരം ദൈവത്തിന്റെ ആത്മാവിനാൽ സംഭവിക്കട്ടെ.
ആ ശക്തിയുടെ അഭിഷേകത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് ഒരു പ്രസംഗം കേട്ടിരിക്കുന്ന മൂഡിലല്ല. എന്റെ ദൈവം എന്നോട് പറയുന്നു, ഈ ഉപവാസത്തെ ദൈവാത്മാവ് ചില പ്രത്യേക ദൂതുകൾ തന്ന് തികച്ചും വ്യത്യസ്തമാക്കി. നിന്റെ ശരീരത്തിൽ കയറി നിൽക്കുന്ന സകല പ്രയാസങ്ങളും അടുത്തു വരുമ്പോൾ ഇടറി വീഴുന്ന രീതിയിൽ നിന്നെ വീഴിക്കാൻ നോക്കുന്ന വിഷയങ്ങളെ നീ വീഴിക്കുന്ന ഒരു ആത്മതലം ദൈവാത്മാവിൽ വ്യാപരിക്കുന്നുണ്ട്. തേനീച്ച പോലെ ചുറ്റി വളയുന്ന വിഷയങ്ങളെ മുൾത്തി പോലെ കെട്ടുപോകുന്ന ഒരാത്മമണ്ഡലം ഇന്ന് രാത്രിക്കാലം ഇവിടത്തെ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തോടുകൂടെ ദൈവം തുറന്നു തരട്ടെ. Praise the Lord Jesus. Hallelujah. Hallelujah. ഓരോ ഉപവാസ പ്രാർത്ഥനകളിലും നമ്മളെ സാധാരണ കിടക്കുന്ന ലെവലിൽ നിന്ന് ഉയർന്ന ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്രയും ഉയർന്ന ചിന്തയിലേക്ക് വരാൻ ഇതിനകത്തൊരു ന്യൂനപക്ഷം ആഗ്രഹിച്ചാൽ അവരെ ആ വിധത്തിൽ തട്ടിക്കയറ്റി വിടാൻ ദൈവം തയ്യാറാണ്. കഴിഞ്ഞ ആണ്ടുകളിലേക്കാൾ വ്യത്യസ്തമായ ഉയർന്ന ഒരു ആത്മീക ലെവൽ ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അതിൽ താഴേക്ക് പോകരുത്. അടുത്തു വരുമ്പോൾ മുൾത്തി പോലെ കെട്ടുപോകുന്ന ഒരാത്മ സാന്നിധ്യം അത് ലഭിക്കണമെങ്കിൽ ആത്മശക്തിയുടെ അഭിഷേകം വേണം. നിന്റെ അകത്തുനിന്ന് പ്രസരിക്കുന്ന ദൈവകൃപയുടെ അഭിഷേകം വേണം. ആ അഭിഷേകത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിച്ചു നിൽക്കണം. യേശുവിനെ ശക്തി കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവം Shabana hamdara rigadinia Shantuni halkara ribal pravana bakshadia Goribana gadana gadabana bashamdala ragadana പ്രാപിക്ക ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി. ആ ശക്തിയുടെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം ഇന്ന് രാത്രികാലം പ്രാപിക്ക. ഹല്ലേലൂയ. റംശപ്രവനവ ദുരികട ഗബനവ ശംദലനഗദന. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവം തന്റെ ഓമനപുത്രനെ ഇവിടെ 3.5 വർഷക്കാലം നിലനിർത്താൻ വേണ്ടി ശക്തി കൊണ്ട് അഭിഷേകം കൊടുത്തെങ്കിൽ ഈ രാത്രി ഞാൻ പറഞ്ഞല്ലോ, അത് വ്യാഖ്യാനിച്ച് തെളിയിക്കാൻ എനിക്കും പരിമിതിയുണ്ട്. അത്ര അഗ്രഗണ്യനല്ല ഞാൻ. പക്ഷെ എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ദൈവിക പ്രകാശനം തരുന്നു. ശക്തിയുടെ അഭിഷേകത്തിന് കഥയുണ്ട്. അല്പം ശക്തി കൊണ്ട് ഇത്രയും കാലം ഓടി. ഞാൻ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ നിന്നെ വളയുമ്പോൾ വളയുന്ന വിഷയങ്ങളെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കെടുത്തിക്കളയാനുള്ള പവർ Praise the Lord. Hallelujah. ഞാൻ യേശുവിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വാക്യത്തിൻ്റെ ഗൗരവം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം തന്നെ എടുകൊടുക്ക ചോറും കറി എന്ന് പറയുന്ന പോലെ ഞാൻ പോകുന്നതിനൊക്കെ ആകുമ്പോൾ ശക്തിയുടെ അഭിഷേകം തന്നിട്ട് പോകാൻ പറഞ്ഞാൽ ഐ എം സോറി, എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ എൻ്റെ നേരേഖ കാണിച്ചു തരാം വചനത്തിനകത്ത് നിന്ന്. പ്രാർത്ഥനയ്ക്കകത്ത് ലഭിക്കുന്ന ബാക്കിയുള്ള 10-16 ദിവസങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിലും രഹസ്യ പ്രാർത്ഥനയിലും അങ്ങനെ ഒരു അഭിഷേകമുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ശക്തിയുടെ അഭിഷേകം, ആ പ്രയോഗം നിങ്ങൾ വളരെ ഗൗരവമായി തിരിക്കണം. അഭിഷേകത്തിൻ്റെ ശക്തി എന്ന് നമ്മൾ പറയാറുണ്ട്, അതല്ല, തിരിച്ചു പറയുന്നു ശക്തി കൊണ്ടൊരഭിഷേകം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? ആ പ്രയോഗത്തിന് തന്നെ ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. നോക്കി, എന്താ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പാല് കൊണ്ട് അഭിഷേകം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പാലെ കുളിപ്പിക്കുക. സ്തോത്രം. മനസ്സിലായോ? എന്തുകൊണ്ടാണോ അഭിഷേകം അതുകൊണ്ട് നിറയ്ക്കുക. അപ്പൊ ഇച്ചിരി ശക്തിയുള്ളവനെ ശക്തി കൊണ്ട് അഭിഷേകം ചെയ്താൽ ഒരു ഇച്ചിരയും കൂടി തരികയല്ല, ശക്തി കൊണ്ടങ്ങ് നിറയ്ക്കുക. സ്തോത്രം. അല്പം ശക്തി കൊണ്ട് ഇനി ഓടാൻ പറ്റിയല്ല. ഇനി നിന്റെ കയ്യിൽ ഒരുവൻ സ്നാനപ്പെടാൻ വന്നു കിട്ടണമെങ്കിൽ, ഇനി നിന്റെ കയ്യിലേക്ക് ഒരു വിടുതലിന്റെ കൃപ വ്യാപരിക്കണമെങ്കിൽ, ഇനി നിന്റെ പായൽ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഇന്ന് വരെയുള്ള ശക്തി കൊണ്ട് നടക്കുകയല്ല. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കൈക്കീഴെ ശക്തിയുടെ അഭിഷേകം കൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് ആത്മീക ചാതുര്യത്തെ മടക്കി വരുത്തി നിന്റെ പ്രാർത്ഥനാ സദസ്സുകൾ ശക്തി കൊണ്ട് നിറച്ച് അതിന്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവകൃപയുടെ വ്യാപാരം ആത്മാവിന്റെ തളപ്പോടുകൂടെ അതിന്റെ ശക്തിയോടുകൂടെ പ്രസരിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള മറ്റൊരു വാക്യം ലൂക്കോസ് 5-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു നോക്കിയാട്ടെ. 17-ാം വാക്യം. യേശുവിനെ കുറിച്ചുള്ള അടുത്തൊരു വാക്യം ലൂക്കോസ് 5:17. അടുത്തത്, സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവരോടുകൂടെ അല്ല, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു എത്രയോ പേരെ സൗഖ്യമാക്കി.
യേശു എത്രയോ പേരെ ഉയർപ്പിച്ചു. അംഗവൈകല്യമുള്ളവരുടെ കൈ വരണ്ടവൻ്റെ കൈ നിവർത്തി, മുടന്തൻ്റെ കാല് നേരെയാക്കി. സ്തോത്രം. ഊമനെ സൗഖ്യമാക്കി, ചെകിടനെ സൗഖ്യമാക്കി, വിക്കനെ സൗഖ്യമാക്കി. ഈ വക സൗഖ്യങ്ങളെല്ലാം നടന്നു. ലൂക്കോസ് ഒരു രഹസ്യം എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെൻ്ററിൽ 5.5 കൊല്ലത്തെ പരിചയമോ ഏതെങ്കിലും ഒരു കക്ഷിയുടെ കയ്യിൽ നിന്ന് പകർന്നു കിട്ടിയ ടെക്നോളജി അല്ല. സൗഖ്യമാക്കാൻ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മ വചനത്തിൽ പറയുന്നു, സൗഖ്യമാക്കാൻ കർത്താവിൻ്റെ ശക്തി യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഇതൊരു പുതിയ വ്യാഖ്യാനം, ബൈബിൾ വ്യാഖ്യാനമല്ലോ, ലൂക്കോസ് എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ ചൂണ്ടി കാണിക്കുകയല്ലേ. അപ്പൊ യേശു ക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ തന്നെ വചനം പറയുന്നു, അവൻ സൗഖ്യമാക്കുമ്പോൾ സൗഖ്യം നടക്കാൻ വേണ്ടി അവൻ്റെ അകത്ത് മഹാദൈവത്തിൻ്റെ ശക്തി കൂടെ നിന്നു. സ്തോത്ര, ഹല്ലേലൂയ. ആ ശക്തി കൂടെ നിന്നതുകൊണ്ട് അവൻ്റെ മുമ്പിൽ വന്ന ഒരു പ്രശ്നവും വിടുതൽ കിട്ടാതെ പോയില്ല. സ്തോത്രം, ഹല്ലേലൂയ. സൗഖ്യമാക്കാൻ ദൈവത്തിൻ്റെ കർത്താവ് എന്നവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിനെ അല്ല. സ്തോത്രം. യേശുവിനെ കർത്താവ് ആക്കി വെച്ചു എന്ന് പിന്നീട് പത്രോസിൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കിടക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമ കൺസെപ്റ്റിൽ കർത്താവ് എന്ന് വിളിക്കുന്നത് പിതാവായ ദൈവത്തെയാണ്. പഴയ നിയമത്തിൽ ഒരുപാട് തെളിവുകൾ കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ശക്തി എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാദൈവത്തിൻ്റെ ശക്തി, അതവനോട് കൂടെ ഇരുന്നു. ആ ശക്തി അവൻ്റെ കൂടെ നിന്നതുകൊണ്ട്, കൂടെ വ്യാപരിച്ചത് കൊണ്ട് വന്ന വിഷയങ്ങളുടെ തായ്വേർ യേശു അറുത്തു. ഹല്ലേലൂയ. ഇതൊരു യേശുവിൽ മാത്രം നിൽക്കുന്നതല്ല, അവനോട് കൂടെ നിന്ന് ദൈവകൃപയുടെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് വിളിച്ചാക്കിയിരിക്കുന്നവർ 21-ാം നൂറ്റാണ്ടിലും ഇത് കൂടെ ഉണ്ടെങ്കിൽ വിടുതലുകൾ നടക്കും. ഈ ശക്തി കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവനാമത്തിൻ്റെ പേരിൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു തെളിയാൻ വേണ്ടി ഇത് കൂടെ ഉണ്ടെങ്കിൽ, ആരുടെ കൂടെ ശക്തിയുടെ അഭിഷേകം ഉണ്ടോ അവൻ്റെ പ്രവർത്തനത്തിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വചനവും ശക്തിയും ഒരുപോലെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കണ്ടുമടങ്ങാം. ശുശ്രൂഷകളിൽ ആനന്ദത്തോടെ, മനസ്സ് മടിപ്പിക്കാതെ, തീവ്രമായി ധൈര്യത്തോടെ ഏത് വിഷയത്തെ അഭിമുഖീകരിക്കുക. ചങ്ങലേ കിടക്കുന്ന കേസുകളെയും കഴിഞ്ഞ തലമുറ ഏറ്റെടുക്കുമായിരുന്നു. ഇന്ന് നമ്മൾ മൊത്തത്തിൽ ഒരു ആശുപത്രിയിലെ കേസ് കൈകാര്യം ചെയ്യുന്ന പോലെ മൊത്തം കേസ് പഠിച്ചിട്ടാണ് നമ്മുടെ സഭയിലേക്ക് വരണോ എന്ന് ഫോൺ ചെയ്ത് പറയുന്നത്, അല്ലേ? സ്തോത്രം. സത്യം പറയുന്നു. നിങ്ങൾ എന്നെ എങ്ങനെ തുറച്ചു നോക്കിയാലും ഞാൻ കാര്യം കണ്ടു നടന്ന കാര്യം പറയാം. മൊത്തം നോക്കും. ഒരു കേസ് ഇട്ട് ഒരാൾ വിളിച്ചു നോക്കി, പാസ്റ്ററെ സ്തോത്രം, ഞങ്ങളുടെ ഒരു വിശ്വാസിയുണ്ട്, കുറേ നാളാണ്, പുള്ളി ചില വയലൻ്റാണ്, പുള്ളിയെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക, എവിടെ വരും, എപ്പോഴായിരിക്കുന്നു? അപ്പോൾ നമ്മൾ ചോദിക്കും, എത്ര നാളായി ഇങ്ങനെ അപ്പൻ ഈ പ്രശ്നം ഉണ്ടായിരുന്നു? ആൾ ഉപദ്രവിക്കുന്നവനാണോ? ഏത് സഭയിലാണ് പോകുന്നത്? സ്തോത്രം, പുറകിൽ നിന്നും പ്രശ്നമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങ് തെന്നിച്ച് വിടാമെന്നുണ്ടെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ പറയാം സ്തോത്രം നമ്മൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പഴയ സഭ അങ്ങനെയല്ല. ചങ്ങലേ കടക്കുന്ന കേസുകളെ ആമത്തിലിട്ടവനെ പോലും അന്നത്തെ അഭിഷിക്തന്മാർ ഏറ്റെടുക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനസ്സിലാവും ഞാൻ പറയുന്നത്? കയ്യും കാലും കെട്ടി തോർത്തുകൊണ്ട് ബന്ധിച്ച് ജീപ്പെ കയറ്റിയിട്ട് കൊണ്ടുവന്നാലും നേരത്തെ വിളിച്ചൊന്നും പറയണ്ട. സ്തോത്രം. മനസ്സിലാവുന്നോ? പ്രത്യേകിച്ച് ഒരുക്കൊന്നുമില്ല, കൈലിമുണ്ടും ടീഷർട്ടും ഇട്ടുകൊണ്ട് വീട്ടിൽ നിൽക്കുവാണെങ്കിൽ, അങ്ങനെ നിൽക്കുന്നതിൻ്റെ മധ്യത്തിൽ പോലും, എന്നെ ശ്രദ്ധിച്ചേ, അങ്ങനെ നിൽക്കുന്നതിൻ്റെ മധ്യത്തിൽ പോലും അകത്ത് വിശുദ്ധി സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ കൂടെ ചങ്ങലകൾ പൊട്ടിക്കാനുള്ള ശക്തി വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് സ്തോത്രം, അങ്ങനെയുള്ളവരുടെ കൂടാര വളപ്പിനകത്ത് കേസ് കയറുമ്പോൾ തന്നെ പത്തി താത്തിയതുപോലെ വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ടാത്മാവിന്റെ ശക്തികൾ ഒതുങ്ങിയിട്ടൊരു കൊച്ചു പ്രാർത്ഥനയും 1/2 ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കേസ് തീർന്ന് വീട്ടിൽ പോയ ചരിത്രം പെന്തിക്കോസിന് പറയാനുണ്ട്. എൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അതിൻ്റെ കാര്യം ഇതാ, അന്ന് അവർക്ക് കഥ കുറെ അറിയില്ല, ഇതുപോലത്തെ സിസ്റ്റമാറ്റിക് റൂളിംഗ് ഇല്ല, ഇതുപോലത്തെ നിലവാരം അറിയില്ല. പക്ഷേ അവരുടെ എല്ലാവരുടെയും കൂടെ, യേശുവിന്റെ കൂടെ വിടിവിക്കാനുള്ള ശക്തി നിന്നതുപോലെ അന്നത്തെ തലമുറയുടെ കൂടെ ഈ ശക്തി കൊണ്ട് അവരെ ദൈവം അഭിഷേകം ചെയ്തു. അങ്ങനെ ദൈവസഭയ്ക്ക് അന്യജാതിക്കാരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരോട്ടം ഉണ്ടായത്. ആരൊക്കെയോ കഴിഞ്ഞ തലമുറയിൽ ശക്തിയുടെ അഭിഷേകത്തിന് പാത്രീഭൂതരായി. അവരുടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾക്കകത്ത് ഭയങ്കരമായ വിടുതലുകൾ വ്യാപരിച്ചു. സ്തോത്രം. അടുത്തൊരു വാക്യം വായിക്കേണ്ട, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വാക്യമാണ്, നമുക്ക് സുപരിചിതമായിട്ട് അറിയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ.
അത് നമ്മളോട് പറഞ്ഞ പൊതുജനത്തോട് അല്ലെങ്കിൽ സഭയോട് പൗലോസ് പറയുകയാണ്. ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാവൻ. ഈ സംഭവം ദൈവത്തോടായി ഈ കക്ഷി പറഞ്ഞെന്നിരിക്കട്ടെ, എങ്ങനെ പറയും? അങ്ങനെയൊക്കെ ചിന്തിക്കണം ബൈബിൾ. ചുമ്മാ നമ്മളൊരു ഒഴുക്കത്ത് വായിച്ചു പോവുകയല്ല. ഈ സംഭവം തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുകയല്ലേ, ടെൻസ് മാറ്റി പറയുക, അല്ലെങ്കിൽ ഗ്രാമർ ഇംഗ്ലീഷൊക്കെ പഠിക്കണ്ടല്ലേ, അതുപോലെ പറയുക. ഇപ്പോൾ ഇതിപ്പോൾ സഭയോട് പറയുക, നമ്മളോട് പറയുക. ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയുക. എന്താണെന്നറിയുമോ? ദൈവമക്കളെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇന്നും ഞാൻ മതിയായവനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളോട് പറയുക, ഷായി പാസ്റ്ററെ ഈ പറഞ്ഞ കാര്യം ദൈവത്തോടെന്ന് പറഞ്ഞേ എന്ന് പറയണം. ഞാൻ എങ്ങനെ പറയണം? സ്തോത്രം. ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, കേട്ടോളണം. ദൈവത്തോട് പറയാം, കർത്താവേ നീ എന്നെ ശക്തനാക്കിയാൽ ഞാൻ എന്തിനും തയ്യാറാണ്. ഇങ്ങോട്ട് പറയുന്ന സംഭവം നേരെ അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ വെക്കുന്നത്. സ്തോത്രം. കാരണം ശക്തനാക്കുന്നവൻ എന്നൊരു തേർഡ് പാർട്ടിയെ സഭയ്ക്കകത്ത് ആ വാക്യത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്തോത്രം. അത് ദൈവമാണ്. ആ ദൈവത്തോട് പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ദൈവമേ നീ എന്നെ ശക്തനാക്കിയാൽ, നിന്റെ ശക്തി എനിക്ക് തന്നാൽ ഞാൻ എന്തിനും തയ്യാറാണ്. ഇത് പറയുമ്പോൾ ആ കക്ഷിയെ നോക്കിയോളണം. ഇവൻ്റെ അകത്ത് ഇത് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഒരു ബേബി ടൈപ്പല്ല, അല്ലെങ്കിൽ സ്തോത്രം ആത്മീകത്തിന് തുടക്കത്തിലല്ല. അവിടെയൊക്കെ എത്തുമ്പോഴേക്കും അദ്ദേഹം വെളിപ്പാടുകൾ പ്രാപിച്ച് അതിൻ്റെ സ്തോത്രം അതിൻ്റെ നിലവാരങ്ങൾക്കപ്പുറമായി ദൈവസഭയ്ക്കുള്ള പല ലേഖനങ്ങളും എഴുതി ദൂതുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഹൃദയത്തിനകത്ത് വചനം ഇങ്ങനെ അടുക്കി കയറിയിരിക്കുക. ഗമാലിയേലിന്റെ പാദപീഠത്തിരുന്ന ന്യായപ്രമാണം വളരെ വള്ളി വിടാതെ, സ്തോത്രം അക്ഷരം നഷ്ടപ്പെടാതെ മുഴുവൻ ന്യായപ്രമാണത്തെ അടിച്ചു കയറ്റിയത് അവൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒറ്റക്കിരുന്ന് പ്രാപിച്ച വെളിപ്പാടുകളുടെ വചനം പൗലോസിന്റെ അകത്തിരിക്കുന്നുണ്ട്. അപ്പൊ പൗലോസ് ഇത് പറയുമ്പോൾ വചനത്താൽ നിബിഡനാണ്. സ്തോത്രം. ഉരുളക്കുപ്പേരി പോലെ ദൈവസഭയ്ക്ക് വിരോധമായി പറയുന്ന സകല ദുരുപദേശങ്ങളെയും കിട്ടിയ വെളിപ്പാട് കൊണ്ട് വേര് പറിച്ച് തെളിയിക്കാൻ പ്രാപ്തന ഇതെഴുതുമ്പോൾ പൗലോസ്. അത്രയ്ക്ക് വചനത്തിന്റെ തിറവെ നിൽക്കുന്ന മനുഷ്യൻ ദൈവോന്മുഖമായി പറയുക, കർത്താവേ ഇത്രയും വചനം വെളിപ്പാടൊക്കെ എനിക്കുണ്ട്, പക്ഷെ അടുത്തൊരു പദ്ധതി വേണമെങ്കിൽ നീ എന്നെ ശക്തനാക്കിയാൽ അതോടെ ഞാൻ ചെയ്യാം. സ്തോത്രം. മനസ്സിലാവുന്നോ? ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിന്റെ ആഴവും ദൈവവചനത്തിന്റെ അറിവും ദൈവവചനത്തിന്റെ വിശാലതയും ഇതെല്ലാം ഹൃദയത്തിനകത്ത് പഴുതടക്കാനുണ്ടെങ്കിലും എന്തെങ്കിലും ലോകത്തിന് മുമ്പിൽ പ്രവൃത്തി നടക്കണമെങ്കിൽ നിന്റെ ശക്തി കൂടി വേണമെന്ന് അന്നത്തെ അപ്പോസ്തലനായ പൗലോസിന്റെ അകത്ത് ബോധ്യമുണ്ടാകുകയും അത് പരസ്യമായി പറയുകയും ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് ഉൾബോധമുണ്ട്? ദൈവമേ നിന്റെ ശക്തി കൂടി എനിക്ക് തന്നാൽ. ആത്മാർത്ഥതയുള്ളൊരു ഹൃദയമുണ്ട്, തല്ലുകൊള്ളാനുള്ളൊരു സ്തോത്രം മനസ്സുണ്ട്. ആളുകളുടെ നടുവിൽ നിന്ദിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും സ്തോത്രം ഹല്ലേലൂയ ഒരു കൂത്തുകാഴ്ച പോലെ എന്നെ ഏൽപ്പിച്ച സ്ഥലത്ത് തെക്ക് വടക്ക് നടന്ന് സ്തോത്രം ഈ വഴിക്ക് വന്നാൽ കാല് വെട്ടു എന്ന് പറഞ്ഞാലും പിന്നെയും ആ വഴിക്ക് പോയി ദൈവവചനം പറയാനുള്ളൊരു മനോധൈര്യം എനിക്കുണ്ട്. ഇതെല്ലാം ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. സ്തോത്രം. അത്യാവശ്യം എന്റെ വീട്ടിൽ പോയി യേശുവാരെന്ന് പറഞ്ഞു തെളിയിക്കാനുള്ള ഒരുമാതിരി അറിവും എനിക്കുണ്ട്. ഇതൊക്കെ ഉള്ള എനിക്ക് നിന്റെ ശക്തി കൂടെ തന്നാൽ ഞാൻ പോകുന്ന വഴിക്ക് നിന്റെ മഹത്വത്തിന്റെ വ്യാപാരം, ഞാൻ കയറുന്ന വീട്ടിൽ, ഞാൻ നിൽക്കുന്ന പുൽപ്പിറ്റിൽ നിന്റെ ശക്തി കൂടി വ്യാപരിച്ച് കണ്ണിൽ കാണത്തക്ക രീതിയിൽ ഹല്ലേലൂയ. ഈ രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് ഞാൻ ശബ്ദം കൂട്ടുന്നത് കൊണ്ടല്ല, എൻ്റെ ഉള്ളിലെ പ്രകാശനത്തിന്റെ തിളപ്പ് നിങ്ങളോട് പറയുമ്പോൾ ഉള്ളുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഈ അറിവുകൾക്ക് കൂടെ നമുക്കൊന്നിച്ച് കുറെ കൂടി ശക്തി എൻ്റെ ദൈവ സ്വർഗത്തിൽ നിന്ന് പകർന്നാൽ, ശക്തി കൊണ്ടൊരു അഭിഷേകം സഭയ്ക്കുണ്ടെങ്കിൽ, ആത്മാവ് കൊണ്ടൊരു അഭിഷേകം ദൈവജനത്തിലുണ്ടെങ്കിൽ, അതിന്ന് രാത്രിക്കാലം നമുക്ക് പകരപ്പെടാൻ തയ്യാറായ ആ ശക്തിയുടെ വ്യാപാരത്താൽ സ്വർഗസ്ഥനായ ദൈവം ദൈവസഭയുടെ ക്വാളിറ്റിയും അതിൻ്റെ മഹത്വവും നമ്മളിലൂടെ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തും. നിന്റെ കുടുംബത്തിൽ പിരിമുറുകി കിടക്കുന്ന വിഷയമുണ്ടോ? ഇന്ന് രാത്രി ദൈവം അതിന് മറുപടി പറയുക. ശക്തിയുള്ള ഒരുത്തിൻ്റെ അഡ്രസ്സ് തരികയല്ല ദൈവം, ഞാൻ നിനക്ക് ശക്തിയുടെ അഭിഷേകം തരാം. ഈ പ്രാർത്ഥനകൾക്കകത്ത് വിടുതൽ താന്ന് പറയുകയല്ല വേണ്ടത്, ഈ പ്രാർത്ഥനകൾക്കകത്ത് ദൈവമേ നിന്റെ ശക്തിയുടെ അഭിഷേകം എനിക്ക് വേണം. മറ്റൊരുത്തിന് ഏൽപ്പിക്കാതെ ഞാൻ ആ കേസ് ഏറ്റെടുത്തോളാം.
സ്തോത്രം. അതിനൊറ്റ കാര്യം മതി, നിന്റെ ശക്തി കൊണ്ട് തന്നെ അഭിഷേകം ചെയ്താൽ മതി. ഈ വിഷയം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അസാമാന്യമായ ഒരു ശക്തിയുടെ അഭിഷേകം എൻ്റെ മേൽ വന്നാൽ ആത്മതലത്തിൽ നിന്ന് പുറകിൽ നിൽക്കുന്ന സകല കെട്ടുകളും ആ ശക്തി ഹല്ലേലൂയ പാളിക്കത്തുന്ന തീ പോലെ ഒരു യോദ്ധാവിൻ്റെ കയ്യിലിരിക്കുന്ന വളരെ തിന്നായിരിക്കുന്ന ഒരു സോഡ്, ഒരു വാട് പോലെ എൻ്റെ ഉൾമുറിക്കകത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ നിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ചില വിഷയങ്ങൾക്കകത്ത് വാള് കയറുന്നത് പോലെ യേശുവിന്റെ അധികാരത്തിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയ്ക്ക് നിന്റെ ശക്തിയുടെ അഭിഷേകം. ഹല്ലേലൂയ. കൃപാര ശമന ഹംദരാദിയാന. അടുത്ത വേദികളിൽ എനിക്ക് പ്രിയമുള്ള ദൈവദാസന്മാരെ, ഞാൻ ബഹുമാനിക്കുന്ന ശ്രേഷ്ഠന്മാരെ, ആത്മാവിലേക്ക് തന്ന പ്രകാശനം ഞാൻ പറയുന്നു. അടുത്ത വേദികളിൽ ഞാൻ നിങ്ങളെ കണ്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത മുഖാന്തരങ്ങളിൽ നമുക്ക് ലഭിച്ച പ്രകാശനത്തിന്റെ കൂടെ, നമുക്ക് ലഭിച്ച വെളിപ്പാടിന്റെ കൂടെ അവന്റെ ശക്തി കൂടി വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീക ശുശ്രൂഷയിൽ ഈ പോർക്കളത്തിൽ ജാതികളുടെ നടുവിൽ നിന്നെ ഏൽപ്പിച്ച മണ്ഡലത്തിൽ തളർന്നു പോകാത്ത വിജയം കൈവരിപ്പാനുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യമേറിയ ദൂത് ഞാൻ കൈമാറാം. ഇന്ന് നിനക്ക് കഴിവുണ്ട്, ഇന്ന് നിനക്ക് ത്രാണിയുണ്ട്, ഇന്ന് നിനക്ക് കാര്യം മനസ്സിലായി. സ്തോത്രം. 1.5 മണിക്കൂർ വചനമായി നിൽക്കാൻ ദൈവം നിനക്ക് കൃപ തന്നു. ആ കൂടെ എന്റെ ശക്തി കൂടി വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിന്റെ കണ്ണാഴ്ചല വിടുതലുകൾ, നിന്റെ കയ്യാഴ്ചല മുഖാന്തരങ്ങൾ ദൈവാത്മാവിനാൽ ഒരുക്കിയെടുത്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് സഭയ്ക്കകത്ത് വ്യാപരിക്കാമെന്ന ദേവാലയ ഗോപുരത്തെങ്കിലാണ്. സ്തോത്രം. യേശുക്രിസ്തു സഭ ഇവിടെ ഉടലെടുക്കുന്നതിനേക്കാൾ മുമ്പ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത് കർത്താവ് സ്തോത്രം ഉയർത്തെഴുന്നേറ്റ് പോയി. മാളികമുറിയിൽ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ നടുവിലേക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആളുകൾ സ്തോത്രം പ്രസംഗത്തിൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. 3000 പേര് സ്നാനപ്പെടുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ യഹൂദ മേലാളന്മാരുടെ നടുവിൽ സഭയെ സംബന്ധിച്ച അത്ഭുതമാണ്. ഞാനതിനെ ബഹുമാനത്തോടെ കാണുന്നു. എന്നാൽ സ്തോത്രം, യേശുവിന് ശേഷം ദൈവസഭയുടെ ആദ്യത്തെ റിയൽ ഒരു മിറാക്കിൾ നടക്കുന്നത് യഹൂദൻ്റെ പള്ളിമുറ്റത്താണ്, ദേവാലയ മുറ്റത്താണ്. 38 വർഷമായി നടക്കാതെ ചലിക്കാതിരുന്ന ഒരുവനെ, ഭിക്ഷയാചിക്കുന്ന ഒരുവനെ യോഹന്നാനും പത്രോസും കൂടി ചെന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടു. അവൻ പള്ളിക്കകത്ത് കയറി ദൈവത്തെ സ്തുതിച്ചു. ഇതാണ് ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ മിറാക്കിൾ നടക്കുന്നത്. പൊതു സ്ട്രീറ്റിൽ, പള്ളിമുറ്റത്ത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പള്ളിമുറ്റത്ത് അത്ഭുതം നടത്തി തുടങ്ങിയതാ ദൈവസഭ. സ്തോത്രം. അവർക്ക് അത്ഭുതം നടക്കാൻ അടച്ചുകെട്ടിയ മുറിയോ പ്രത്യേകിച്ച് സിസ്റ്റമാറ്റിക് ആയിരുന്ന റൂളോ ഒന്നും വേണ്ട. ഒരു കൃപയുള്ളവനും ദാഹമുള്ളവനും വഴിയോരത്തോടെ പോയാൽ അവിടെ അത്ഭുതം ഇന്നും നടക്കുമെന്ന സഭയുടെ ക്രെഡിറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് യഹൂദന്മാരെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. മഹാപുരോഹിത വൃന്ദം മുഴുവൻ ഈ വിഷയത്തെ കൂടി ആലോചിക്കാൻ വേണ്ടി വന്നു. ഇത് നടത്തിപ്പിന് വരുത്തിയ പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. ഒറ്റ ചോദ്യമാണ് കോടതിക്കകത്ത്, മതകോടതിക്കകത്ത് നിന്നുകൊണ്ട് സ്തോത്രം മഹാപുരോഹിതന്മാർ പത്രോസിനോട് ചോദിച്ചത്. ഒറ്റ ചോദ്യം ഇതാണ്: നിന്നെ ആരിത് പഠിപ്പിച്ചു എന്നല്ല, നിനക്കാരനുവാദം തന്നുമല്ല ഞങ്ങളുടെ പള്ളിക്കകത്ത് കയറാൻ, ഞങ്ങളുടെ മുറ്റത്ത് വന്നത് ചെയ്യാൻ ആരനുവാദം തന്നുമല്ല. അവർക്കറിയേണ്ട ഒറ്റ ചോദ്യമുള്ളൂ: ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്? സ്തോത്രം. കേട്ടോ, ഒറ്റ ചോദ്യം. ഞങ്ങൾക്കൊന്നറിഞ്ഞാൽ മതി, ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് അറിയണം, നീ ഇതെവിടെ പോയാൽ പഠിച്ചതെന്നറിയണം. ഇതൊന്നും അല്ല അറിയേണ്ടത്, നമുക്കെല്ലാം അറിയേണ്ടത് അതാ. സ്തോത്രം. പാസ്റ്റർ എവിടെ പഠിച്ചത് ചോദിച്ചോണ്ട് നടക്കുകയുള്ളൂ. സ്തോത്രം. മനസ്സിലായോ? ഇതൊന്നും അല്ല അറിയേണ്ടത്. ചോദ്യം ഇതായിരുന്നു: ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്തത്? അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ഇവരുടെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തികളാണ്. ഒരുവന് വിടുതൽ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ സന്തോഷിക്കാതെ അതിന് പകരമായി എതിർത്തതും ഇവരെ പിടിച്ചകത്തിട്ടതും ഇവരെ വിചാരണയ്ക്ക് വേണ്ടി ഒന്നിച്ചു കൂട്ടിയതുമെല്ലാം സാത്താൻ്റെ പ്രേരണയിലും ശക്തിയിലും തന്നെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പാതാള ശക്തികൾ ഞെട്ടിയ ഒരു ചോദ്യമാണ്, വിറച്ചുകൊണ്ടൊരു ചോദ്യമാണ്:
യേശു എന്നൊരുവനുണ്ടായിരുന്നു. അവൻ തീർന്നപ്പോൾ വിഷയം തീർന്നാണ് വിചാരിച്ചത്. അവൻ തീർന്നിട്ടും വിഷയം തീരാതിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഏതോ ശക്തിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലാവുന്നു? പെന്തിക്കോസുകാരെ മുഴുവൻ നമ്മളെ ഒതുക്കുന്ന ശക്തിയെ തപ്പാൻ വേണ്ടി മഷിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പണ്ട് സ്തോത്രം മഷിനോട്ടം മറ്റവർക്കായിരുന്നു, ഇപ്പം നമുക്കായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വരുവുള്ളൂ. സ്തോത്രം. ഇപ്പോഴും വരികയില്ല. എന്നാലും ഞാൻ പറയാം, ഇപ്പോൾ പരിപാടി നമ്മുടെ കയ്യിലായി. ഇതൊന്ന് അറിഞ്ഞാൽ മതി. പാസ്റ്റർ രാവിലെ വിളിച്ച് പറയും, ഞാൻ ഉച്ച കഴിഞ്ഞ് വിളിക്കാം, പാസ്റ്റർ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയണം. സംഗതി മാറിപ്പോയുണ്ടോ? സ്തോത്രം. അവരെ ചിന്തിച്ചു, ഇതൊന്നുമല്ല വിഷയം, ഇവരിത് ചെയ്യണമെങ്കിൽ എവിടെ നിന്നോ ഒരു പവർ വരുന്നുണ്ട്. മനസ്സിലാവുന്ന പറയുന്നേ? ഈ രണ്ട് കക്ഷികൾ മീൻ പിടിച്ചു നടന്നവർ യേശുവിന്റെ പുറകെ ചുമ്മാ ആളെ ഇരുത്തി സ്തോത്രം അവന്റെ കൂടെ നടന്നവർ, അവൻ പോയി കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പള്ളിവാതുക്ക വന്നിത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഏതോ ശക്തിയുണ്ട്. ഒരു സംഘടനയുണ്ടെന്നല്ല, പണം മുടക്കാൻ പുറത്തു നാളുണ്ടെന്നുള്ളതല്ല, അവരെ ഞെട്ടിപ്പിച്ചത് ഇതിൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എൻ്റെ അവസാന വാക്കുകളിലേക്ക് വരിക. സമയം തീർന്നു. സ്തോത്രം. തുടങ്ങുന്നത് അറിയാം, പിന്നെ ക്ലോക്കിൽ നിൽക്കുമ്പോൾ സമയം തീർന്ന അറിയത്തുള്ളൂ. വിശദീകരണങ്ങൾ മുഴുവൻ ബാക്കി കിടക്കുക. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം, കേട്ടോളേ. സ്തോത്രം. ബാക്കി കിടക്കുന്ന ആയുസ് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഏത് സഭയിലെ ആളാന്നുള്ളതല്ല. സ്തോത്രം. നിന്റെ പുറകിൽ ആരാ നിനക്ക് ഈ സ്ക്രൂ ചെയ്ത് തരുന്നെന്നുള്ളതല്ല. ചില ദുഷ്ടശക്തികളുടെ താവളങ്ങൾക്കകത്തൊരു ഞെട്ടൽ ഉളവാക്കണം. പ്രാർത്ഥിക്കുന്ന നിന്റെ പുറകിൽ ഏതോ ഒരു പവറുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. കണ്ടാൽ കെട്ടിലും മട്ടിലും ഒന്നും വലിയ പ്രത്യേകതയില്ലെങ്കിലും, കണ്ടാൽ പറയത്തക്ക വ്യത്യസ്തതയില്ലെങ്കിലും, വേഷഭൂഷാദികളിൽ യാതൊരു ഭക്തി പ്രകടനമില്ലെങ്കിലും, കൊച്ചു കൊച്ചു പ്രാർത്ഥനയ്ക്കകത്ത് പോലും വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് പൊതുജനത്തെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തിയുടെ അഭിഷേകം ഈ സഭയുടെ നടുവിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം പകരാൻ തുടങ്ങണമെന്നാണ് എൻ്റെ ഉള്ളിലെ പ്രാർത്ഥന. Praise the Lord, hallelujah. എല്ലാവർക്കും പ്രസംഗിക്കാൻ ഇവിടെ വേദി കിട്ടി നിൽക്കുകയല്ല, എല്ലാവരുടെയും പേര് നോട്ടീസിൽ വന്നു നിൽക്കുകയല്ല. ഇതൊന്നും വന്നില്ലെങ്കിലും ബ്രദറെ സിസ്റ്ററെ ഞാൻ ആത്മാവിൽ പറയാം, ഇതൊന്നും വന്ന് നിനക്ക് കൊച്ചൊരു പ്രാർത്ഥനയ്ക്ക് സമയം തന്നോളൂ. സ്തോത്രം. അതൊരു പക്ഷെ പ്രസംഗപീഠത്തിന് പുറകിൽ നിന്നുകൊണ്ട് മെഗാ മീറ്റിങ്ങിനൊന്നും ആയിരിക്കുകയല്ല. ചിലപ്പോൾ ഒരു കോട്ടേജ് മീറ്റിംഗിൽ പ്രസംഗിക്കാൻ സ്തോത്രം പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിക്കാണുള്ളൂ. പക്ഷേ കൊച്ചു പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ശക്തി ഒരു കോട്ടേജ് മീറ്റിംഗിൽ 10 പേര് കൂടി വന്നിരിക്കുമ്പോൾ, ഒരു സെൽ മീറ്റിംഗിന് ഇരിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല അന്ധകാര ശക്തികൾക്ക് മനസ്സിലാകണം, ഈ പ്രാർത്ഥനയുടെ പുറകിൽ ഏതോ ഒരു ശക്തിയുണ്ട്. കൃപ രക്ഷ ഹംദ രഗന ദുബന ഹംദര റംഷ പ്രവന ബൗഡ ഹംദരദിയ ഓരിഗത്തു മനയ ഹംദരദിയാന. യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നവനേ. ഗ്ലോറി ബാഷികന ദിമന ഹംദരദിയാരബ. അങ്ങനെ ഒരു തലമുണ്ടെങ്കിൽ നിന്റെ കൊച്ചു പ്രാർത്ഥനയ്ക്കകത്ത് പോലും അത് വെളിപ്പെടാൻ തുടങ്ങിയാൽ, എൻ്റെ അന്തരാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മീക പ്രകാശനം പറയാം. സ്തോത്രം. നിന്ദിച്ചവർ, എതിർത്തവർ, വീട്ടിൽ തന്നെ പരിഹസിക്കുന്നവർ, ദേശത്ത് പരിഹസിക്കുന്നവർ, കൂട്ടത്തിനകത്ത് ഒതുക്കുന്നവർ, ഇവരുടെ എല്ലാ കണ്ണിന് മുമ്പിൽ ഇനി തിരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കരുത്. സ്വർഗ്ഗം ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ നിനക്കൊരു അഭിഷേകം തരാം. അത് ഏറ്റെടുക്കാനുള്ള വിശുദ്ധി, അതിന്റെ കൃപ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിൽ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, അല്പം ശക്തി കൊണ്ടല്ല, ശക്തി കൊണ്ടൊരു അഭിഷേകത്താൽ. പ്രൈസ് റബ ശിക ഹംദ റമന സൈദിയ റംഷ പ്രബന പൗഡ ഹംദരദിയ ഉഡ പ്രബന പൗഷ ഹംദരദിയ ഉഡല രഗന പ്രൗഡല ഹംദരഗദര. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിവ്, വാക്ചാതുര്യം, ആളുകളെ ശ്രദ്ധിപ്പിക്കാനുള്ള കഴിവ്, ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ദൈവകൃപയാൽ നമ്മളിൽ പലർക്കും ഉണ്ട്. ആളുകൾ ഇരുന്ന് തരുന്നത് കർത്താവിൻ്റെ കൃപ കൊണ്ട്. നമുക്കങ്ങനെ
വാക്യങ്ങൾ ചേർത്ത് മനോഹരമായ വിഷയങ്ങളും പ്രബന്ധങ്ങളും അവതരിപ്പിക്കാൻ തരുന്ന ആ കൃപയ്ക്കായി സ്തോത്രം. എന്നാൽ ഇന്നു മുതൽ മുന്നോട്ട് നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, വിഷയാസ്പദമായ വചനങ്ങളുടെ തലങ്ങളെ കോർത്തിണക്കി പറയാനൊരു കഴിവുണ്ടെന്ന് മാത്രമല്ല, അതേറെ നല്ലതായിരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ, ആ പ്രസംഗത്തിൻ്റെ പുറകിൽ ഒരു ശക്തി ഇറങ്ങി വരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശനം പറയുക. ഒരുപക്ഷെ എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാ കൂട്ടത്തിനകത്തും പറഞ്ഞുകൊണ്ട് കഥയുള്ളൊരു ദൂതല്ല ഇത്. എന്നാൽ ഇതിനകത്ത് ദൈവാത്മാവെന്നെ പ്രാർത്ഥനയിൽ പ്രേരിപ്പിച്ചതിനെ ഒരു പറയുക. ദൈവം പറയുന്നു, കൊച്ചു പ്രാർത്ഥനകൾക്കകത്ത് പുറകിൽ വ്യാപരിക്കുന്നൊരു ശക്തി ഉണ്ടാവണം. ആ ശക്തി അറിയാതെ നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് പാറിക്കത്തുന്ന തീജ്വാലകൾ കടലുകൾക്കക്കര ചെന്ന് കെട്ടുകൾ കഴിച്ച് അകത്ത് വ്യാപരിക്കുന്ന ശക്തി കൊണ്ട്, ശിംശോന്റെ അകത്ത് ഈ ശക്തി ഉണ്ടായിരുന്ന കാലത്ത് അവന്റെ മേൽ കെട്ടിവെച്ച ചണച്ചരടുകൾ മുഴുവൻ കെട്ടുകൾ അധികാരത്തോടെ അഴിഞ്ഞതുപോലെ ഈ രാത്രി പ്രാർത്ഥിച്ചിരിക്കുന്ന കാത്തിരിക്കുന്ന ദൈവസഭയുടെ അകത്ത് പൗലോസ് ചോദിച്ചതുപോലെ, എന്റെ ദൈവമേ, വചനത്തിന്റെ വെളിപ്പാട് എനിക്ക് തന്നു, നിന്റെ ശക്തിയൂടെ എഫേസ്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്. വാക്യം ഇങ്ങനെയാണ്, എല്ലാം പറഞ്ഞു നീണ്ട ഗൗരവമായ ഉപദേശ സംഹിതകൾ പറഞ്ഞ് നിരത്തിയിട്ട് അവസാനം പൗലോസ് പറഞ്ഞ സഭയോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഒടുവിൽ അറ്റ്ലാസ്, എല്ലാത്തിൻ്റെ അവസാനം, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. സ്തോത്രം. വിശുദ്ധിയിൽ ജീവിച്ച് കടപ്പാടുകൾ നിർവഹിച്ച് സ്തോത്രം സൂര്യൻ അസ്തമിക്കുന്നോളം സ്തോത്രം എന്താ പറയുക, കോപം വെച്ചുകൊണ്ടിരിക്കാതെ, കൂട്ടുകാരനോട് കള്ളം പറയാതെ എന്നിത്യാദി ഒരുപാട് കാര്യങ്ങൾ നിരത്തി കള്ളനി കക്കാതെ സകലവും സൂക്ഷിച്ച് മതിൽ കെട്ടി വിശുദ്ധിയോടെ ദൈവകൃപയോടെ വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സ്നേഹത്തോടെ ഐക്യമത്യപ്പെട്ട എല്ലാം അങ്ങനെ പ്രിയമക്കളെ പോലെ അവനെ അനുകരിച്ച് ഇത്രയും ഭയങ്കരമായിരിക്കുന്നൊരു സിലബസ് അവതരിപ്പിച്ചതിന് ശേഷം അവസാനം പറയുന്നു, ഇത്രയൊക്കെ കയ്യിലുണ്ടെങ്കിലും നല്ല പിള്ള ഞാൻ ജീവിക്കാം, പക്ഷേ നിൻ്റെ വിഷയങ്ങളെ ഒടിക്കണമെങ്കിൽ ഒടുവിൽ എല്ലാം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എഴുന്നേറ്റ് പോകരുത്. എല്ലാം ചെയ്തതിന് ശേഷം ഒടുവിൽ, എല്ലാറ്റിൻ്റെ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടോളണം. സ്തോത്രം, ഹല്ലേലൂയ. കേട്ടോ, ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്തൊരു വിഷയമുണ്ട്, അതോടെ പറഞ്ഞു നിർത്താം. സ്തോത്രം. കേട്ടോളണേ. ഈ ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സൂര്യൻ അസ്തമിക്കുന്നതോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, കൂട്ടുകാരോട് കള്ളം പറയരുത് എന്ന് വേണ്ട, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ടിപ്പിക്കായിരിക്കുന്ന കുറേ കേസുകൾ, അതൊന്നും നിർത്താൻ പറ്റിയല്ല. പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ ശക്തി വേണമെങ്കിൽ അതിനിരിക്കാം എന്ന് പറഞ്ഞാലും വെള്ളത്തിൽ വരച്ച വര പോലെ ആവുള്ളൂ. അപ്പോൾ വചനം നന്നായി പഠിച്ച ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ശരിക്കും നന്നായി പോകണമെങ്കിൽ. ഇതിപ്പോൾ ഒന്നും അറിയാതെ പൊട്ടക്കണ്ണൻ്റെ മാവേലർ പോലെ സ്വോത്രം അടിച്ച് അന്യഭാഷ പറഞ്ഞ് പോവുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകാം, വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ, കാര്യം മനസ്സിലാകുമ്പോൾ ഗൗരവമുള്ള വിഷയമാണ് വരുന്നത്. പൗലോസ് പറയുന്നു, മറ്റതൊന്നും വേണ്ട, ശക്തി മതി എന്ന് പറഞ്ഞാലും തമ്പുരാൻ തരുന്ന ലക്ഷണമില്ല. ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ അവസാനം നിനക്ക് കർത്താവിൻ്റെ ബലത്തിൽ ശക്തിപ്പെടാം. ആ ശക്തി കിട്ടിയവനാണ് സർവായുധ വർഗം ധരിച്ച് ആത്മാവിൻ്റെ പോരാട്ടത്തിനിറങ്ങുന്നത്. സ്തോത്രം. കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2 മിനിറ്റ് നേരം ആത്മാർത്ഥതയുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അനവധി പ്രാവശ്യം പ്രാർത്ഥിച്ചതെല്ലാം ആത്മാർത്ഥതയിൽ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ രാത്രി ഈ ദൂതിൻ്റെ വെളിച്ചത്തിൽ ഒരു 1 വേർഡ് പ്രയർ അല്ല, ഒരൊറ്റ വാക്കിലെ പ്രാർത്ഥന, പ്രസംഗികൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ശാപം കിട്ടാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന പ്രാർത്ഥനയല്ല. ഇതിനകത്ത് ദൈവത്തിന് രാവിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ മുഖം നഷ്ടപ്പെട്ട ലോകത്തിൽ മുഖമുള്ളൊരു സഭയെ കാണാൻ കർത്താവ് വരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് രാവിലെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുഖമുള്ള സഭയെ കാണാൻ നമ്മുടെ കർത്താവ് വരുന്നുണ്ട്. രാവിലെ ദൈവം നമ്മോട് പറഞ്ഞത്, നിന്റെ മുഖം നീ സൂക്ഷിച്ചോളണം, പേര് കളയാതെ നിന്റെ മുഖം നീ സൂക്ഷിച്ചോളണം. രാത്രി ദൈവം പറയുന്നു, സ്തോത്രം, നിന്നെ ദൈവത്തിന് പുറം ലോകത്തിന് നടുവിൽ ഒരു പ്രദർശനശാല പോലെ അവൻ്റെ മഹത്വം വെളിപ്പെടുത്താനുണ്ട്. അതിന് എൻ്റെ ശക്തി കൊണ്ടൊരു അഭിഷേകം ഞാൻ നിനക്ക് തരാം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും വചനം കാത്തല്ലോ എന്ന് ആശ്വസിച്ച് കടന്നു പോവുകയല്ല. സ്തോത്രം, ഹല്ലേലൂയ.
10ാം ക്ലാസ്സിൽ തോറ്റെങ്കിലും വീട്ടിൽ പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്ന ഒരു അപ്പൻ്റെ അമ്മയുടെ മനസ്സല്ല എൻ്റെ ദൈവത്തിന്. സ്തോത്രം, ഹല്ലേലൂയ. വലിയ വന്നാ വാ വിളിക്കത്തില്ല, സ്വോത്രം പറയത്തില്ല, ഒന്നുമില്ലെങ്കിലും വഴക്കുണ്ടാക്കൂല്ലോ, വന്നിരുന്നോളൂല്ലോ എന്ന് തൃപ്തിപ്പെടുന്നവനല്ല ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവം. എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഹൃദയത്തിലെ നൊമ്പരം, നിനക്കെല്ലാം ഉണ്ടല്ലോ, വചനത്തിൻ്റെ വെളിപ്പാട്, ചാതുര്യം, ലീഡിങ് പവർ, സ്തോത്രം, പ്രാർത്ഥിക്കാനുള്ള മനസ്സ്, വീടുകളിൽ കയറിയിറങ്ങാനുള്ള തൻ്റെ ഇടം, എത്ര എതിരാളുടെ മുമ്പിലും യേശുവിന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കാനുള്ള സമർപ്പണം, ഇതെല്ലാം ഉണ്ടല്ലോ. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും എങ്കിലും നിനക്കല്പമേ ശക്തിയുള്ളൂ. അതൊരു വലിയ ഇഷ്യൂ ആണ്, വലിയൊരു പ്രശ്നമാണ്. സാരമില്ലെന്നുണ്ട കേസല്ലത്. അതുകൊണ്ട് കർത്താവ് ഈ രാത്രി പറയുന്നു, ആ ശക്തിയുടെ പോരായ്മ കൂടെ ഈ പ്രാർത്ഥനയിൽ തയ്ക്കണം. അതിനൊരു പ്രാർത്ഥന. ദൈവമേ, എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാ വിടവുകളും നികത്തി ഒടുവിൽ, എല്ലാറ്റിൻ്റെ ഒടുവിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് ശക്തിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഒരു പവർ ഹൗസാക്കി മാറ്റാൻ, ലോകശക്തികൾ നിന്റെ പുറകിലെ ശക്തി ഏതാന്ന് ചോദിക്കണം. അങ്ങനത്തെ ഒരു ക്രിസ്തീയ ജീവിതം. അതിനുവേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പകലും രാത്രിയിലുമായി എനിക്ക് തന്ന പ്രകാശനങ്ങളിൽ 2 ഈടുറ്റ സന്ദേശങ്ങൾ അങ്ങക്ക് ഈ ചർച്ചിനോട് പറയണമെന്നുണ്ടായിരുന്നത് എൻ്റെ അകത്ത് കിട്ടിയത് ഞാൻ ദൈവാത്മാവിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കുന്ന രീതിയിൽ അങ്ങനെ നന്നായിട്ട് അറിയുന്നല്ലോ ഈ സഭയിൽ വിതച്ചിട്ട് പോകുകയാണ്. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ചില സഭകൾക്കകത്തേക്ക് ഈ ശക്തി മടങ്ങി വരണം. അപ്പാ, വചനമുണ്ട്, ശക്തിയില്ലാത്ത ഒത്തിരി ചർച്ച ഉണ്ട്. ശക്തിയുണ്ട്, വചനമില്ലാത്ത വേറെ കുറേ ചർച്ച ഉണ്ട്. ഇവരുടെയൊക്കെ നടുവിൽ വചനവും ശക്തിയും ഒരുപോലെ കൊണ്ടുപോയി കർത്താവിൻ്റെ സഭയെന്ന് പറയത്തക്ക രീതിയിൽ വചനം കാക്കുന്നവരുടെ സംഘമായി ഈ ചർച്ച മാറണം. ഇവിടുത്തെ ദൈവമക്കളും ദൈവദാസന്മാരും ദൈവജനങ്ങളും തീരണം. അതിനുള്ള മുഖാന്തരം ഒരുക്കണം. ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനയിൽ മുഖം നഷ്ടപ്പെട്ട വിഷയങ്ങളിൽ കർത്താവ് മുഖം കൊടുത്ത് അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനയിൽ ശക്തി കൊണ്ടൊരു അഭിഷേകം കൊടുക്കണം. ഈ 2 കാര്യങ്ങൾ നിന്റെ ദാസൻ എന്ന നിലയ്ക്ക് ഈ സഭയ്ക്ക് വേണ്ടി ചോദിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു. കർത്താവ് അത് ചെയ്തു എന്ന് കേൾപ്പാനിടയാകണം. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, കരമുയർത്തി ഒന്നോടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദിവസപ്രദർശനം സ്വീകരിച്ച് ഈ പകൽക്കാലം കടന്നു. ഈ പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സൃഷ്ടിത കർത്താവിൻ്റെ ദാസന് ദൈവസഭയുടെ പേരിൽ വ്യക്തിയോട് നന്ദി അറിയിക്കുന്നു. ഓർത്ത് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നാളെ പകൽക്കാലത്തെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സാന്നിധ്യം പകരുവാൻ, നാളെ പകലും വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിൽ കർത്താവിൻ്റെ സാന്നിധ്യം പകരുവാൻ, കർത്താവിൻ്റെ കൃപ കൽപ്പിക്കാൻ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നാം എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ദാസൻ KK സാറ് പ്രാർത്ഥിച്ച ആശ്രമം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു. സഭയായി അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കാൻ ഞങ്ങൾക്ക് തന്ന വിലയേറിയ സന്ദർഭത്തിനായി സ്തോത്രം. അങ്ങയുടെ ഭക്തനെ സന്ദേശവുമായി അയച്ചു. അത് വ്യക്തമായും ശക്തമായും ഘോഷിപ്പാൻ കൊടുത്ത അഭിഷേകത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയപലകയിൽ അതാഴമായി എഴുതപ്പെടുവാൻ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഭവനങ്ങളിൽ, പട്ടണത്തിൽ, ദേശത്ത് ദൈവം അയക്കുന്ന എല്ലായിടങ്ങളിലും അത് വെളിപ്പെട്ട് വരുവാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ കത്തുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. വചനം തെളിഞ്ഞു വരത്തക്കവണ്ണം യോഗ്യമായ ഒരു കണ്ണാടി പോലെയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ കർത്താവേ. ഞങ്ങൾ സമ്മതിക്കുന്നു, അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ദേശത്ത്, ചുറ്റുപാടുകളിൽ കാത്തു സൂക്ഷിപ്പാൻ, സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പോരാ കർത്താവ്, ഈ പട്ടണത്തിൽ ഇനി ഞങ്ങളുടെ രാജ്യത്ത് നിലനിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പൈശാചിക ശക്തികൾ ഉയർന്നു വരുമ്പോൾ ഭയപ്പെട്ട് ഞങ്ങൾ ഒതുങ്ങുകയല്ല. ദൈവസഭയെ വേട്ടയാടുവാൻ ഒരുങ്ങി നിൽക്കുന്ന എല്ലാ ശക്തികളുടെയും മധ്യത്തിൽ ദൈവശക്തി വെളിപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് അഭിഷേകം ചെയ്യുവാനായി പ്രാർത്ഥിക്കുന്നു. അതങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ഉപവാസത്തിലൂടെ ഒരു വലിയ മാറ്റം ഞങ്ങൾക്ക് തരണമേ.
ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവഭക്തനെ വിശേഷാൽ ബലം കൊണ്ട് അരമുറുക്കുവാനായി പ്രാർത്ഥിക്കും. ഷാജി പാസ്റ്ററെ അനുഗ്രഹിക്കണമേ. അനേക ഇടങ്ങളിൽ കർത്താവ് ശക്തിയോടെ ഉപയോഗിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മരണദുഃഖം അനുഭവിക്കുന്ന ആ ഭവനത്തിലുള്ളവരെ ദൈവം ആശ്വസിപ്പിക്കുന്ന തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും നിറപടിയായി നിറവേറ്റുവാൻ ദൈവസഭയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം തിരുമേനിയെടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയാണ്. നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായും നാം ഏവരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ചെയ്തു നൽകിയ പിതാവാം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരെയാണ്.